ഒരു റോൾ മോഡലേ ഉള്ളൂ, അത് താൻ മനുഷ്യനായിട്ട്, ദൈവം മനുഷ്യനായിട്ട് അല്ലെങ്കിൽ ഇറങ്ങി വന്ന് നമ്മളിൽ ഒരാളായിട്ട് ഒരു സാധാരണ കുടുംബത്തിൽ താമസിച്ചൊക്കെ എങ്ങനെയാണ് ശുശ്രൂഷ, എങ്ങനെയാണ് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യേണ്ടത്, രാത്രി മുഴുവൻ പ്രാർത്ഥനയോടിരുന്ന് പിതാവിൻ്റെ ഇഷ്ടം കേട്ട് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ജീവിച്ച് കാണിച്ചിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടെന്നല്ല, താൻ എന്ത് ചെയ്തു? ജീവിച്ച് കാണിച്ചതാണ്. ആ ജീവചരിത്രം അല്ലെങ്കിൽ ആ ജീവിത പ്രമാണമാണല്ലോ നമ്മുടെ പ്രമാണം. അത് ഇസ്രായേൽ മക്കളുടെ ഇടയ്ക്കാണല്ലോ താൻ ജീവിച്ച് കാണിച്ചത്. അതിൽ നിന്നുപരി ക്രിസ്തീയ സഭ, അവിടെയാണ് പോരാട്ടം ഉണ്ടാകുന്നത്. യഹൂദൻ ഒരു കമ്മ്യൂണിറ്റി മുഴുവനാണ്. നമുക്കറിയാം, മുസ്ലിംസൊക്കെ ഉപവാസം എടുക്കുന്ന പോലെ ആ കമ്മ്യൂണിറ്റി മുഴുവൻ ചില ആബി മാസം 14-ാം തീയതി തൊട്ടെന്ന് പറഞ്ഞാൽ ഉപവാസമാണ്. അതേ ഉള്ളൂ അവിടുത്തെ ഉപവാസം. പുതിയ നിയമത്തിലെ പ്രാർത്ഥനയ്ക്ക് വ്യത്യാസമുണ്ട്, പുതിയ നിയമത്തിലെ ഉപവാസത്തിന് വ്യത്യാസമുണ്ട്. പഴയ നിയമത്തിൽ കനാനായിരുന്നു അവരുടെ ലക്ഷ്യമെങ്കിൽ ഒരു അക്ഷരികമായ ദേശമായിരുന്നു, അവർക്ക് അളവുനൂല് വീണ മനോഹരമായ ദേശമായിരുന്നു അവരുടെ അവകാശം. പുതിയ നിയമത്തിൽ ഈ ലോകത്തിലെ ഒന്നുമല്ല നമ്മുടെ അവകാശം. ഈ അധ്യായത്തിൻ്റെ അകത്ത് നമ്മൾ ഓർപ്പിക്കുന്നത് ദ്രവ്യമല്ല അവകാശം, വസ്തുവല്ല അവകാശം, ഈ ലോകത്തിലേതൊന്നുമല്ല അവകാശം. ഇതെല്ലാം താൽക്കാലികമാണ്. ആരും ഒരുപിടുന്നൊരു മുട്ടുസൂചി കൊണ്ടുപോകുമോ? ഒന്നും കൊണ്ടുപോകത്തില്ല. ഞാൻ പലപ്പോഴും ഈ നമ്മൾ അടക്കം നടത്തുന്ന ദേവദാസന്മാരാകുമ്പോൾ വർഷങ്ങളായിട്ട് ശുശ്രൂഷയിൽ എന്തൊക്കെ നമ്മൾ കാണിച്ചു, നമ്മൾ ആൾക്കാർ അവരുടെ മക്കൾ സ്നേഹത്തോടു കൂടി കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവിടെ അത്രയുമില്ല. ഇവിടെ നമ്മൾ ആപ്പാടെ നമ്മുടെ വണ്ടിയിലാണല്ലോ എപ്പോഴും പോയി ബോക്സ് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. നമ്മളെ കാണുമ്പോഴേ പാസ്റ്ററെ ഏത് ബോക്സാണ് വേണമെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ആ കുടുംബത്തെയും കൂടെ കൊണ്ടുപോയിക്കൊണ്ട് അവരപ്പോൾ തരുന്ന ഒരു കിറ്റുണ്ട്, ഒരു നൈലോൺ അല്ലെങ്കിൽ നല്ല സോക്സും അല്ലെങ്കിൽ ഗ്ലൗസും ഒക്കെ തരും. അത് വേണ്ടവർക്ക് ഇടാം, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. നൈലോണൊക്കെ വെച്ച് ഉള്ളിലൊക്കെ കവർ ചെയ്യും, വെളിയിൽ തേക്ക് വേണ്ടവർക്ക് തേക്ക്, നല്ല പെട്ടികൾ, അതൊക്കെ ഉണ്ട്. പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ സ്റ്റേറ്റൊക്കെ വിട്ടു പോകുമ്പോൾ നമുക്കറിയാമല്ലോ, ചെറിയ തണുപ്പ് വന്നാലേ സൂട്ട് എടുത്തിടുന്നവരാണ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനം. അതിന് 100 രൂപ തൊട്ട് സൂട്ടും കിട്ടും മാർക്കറ്റിൽ, ആ ടൈപ്പ് സൂട്ടും കിട്ടും. അപ്പോൾ സാധാരണക്കാർ നമ്മൾ നോക്കുമ്പോൾ ഓട്ടോ ഡ്രൈവേഴ്സും ഈ സൈക്കിൾ റിക്ഷ ചവിട്ടുന്നവർ വരെ തണുപ്പത്ത് എന്തിട്ടേക്ക് നമുക്ക് കാണാം, സൂട്ടിട്ടേക്കുന്ന കാണാം. അപ്പോൾ അതൊരു ഇതുപോലെ ഫാൻസി ആയിട്ടുള്ള ഷൈനിങ് സൂട്ടും ലെതർ ഷൂസ് പുതിയത് വാങ്ങിച്ചൊക്കെ വെച്ച് അവരുടെ ഒറിജിനൽ റോളക്സ് ഓരോരുത്തരുടെ ഇതനുസരിച്ച് തിളങ്ങുന്ന ഗോൾഡ് വാച്ചും ഒക്കെ ഇട്ട് ചിലർ ആഭരണവും ഇടിയിപ്പിച്ചൊക്കെ അലങ്കരിക്കുന്ന പലപ്പോഴും കണ്ടിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് അവിടെ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സഭയിൽ അത് പ്രത്യേകം നമ്മൾ പറയും, അല്ലെ ആ ഒരു ഉപദേശത്തിൽ പോകുമ്പോൾ ഇതുപോലുള്ള പൊങ്ങച്ചൊന്നും ആരും കാണിക്കത്തില്ല. പരിശുദ്ധാത്മാവല്ലേ നമ്മൾ പലപ്പോഴും നമ്മുടെ അടുത്തുള്ള സഭകളിലൊക്കെ സ്റ്റേറ്റ് വിട്ട് ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ നമ്മളെ വിളിക്കും സ്നേഹത്തോടെ, ആ കുടുംബത്തെ അറിയാം, നമ്മുടെ ബൈബിൾ ക്ലാസ്സിൽ വരും, നമ്മുടെ സഭയിലല്ല. പക്ഷെ നമ്മളോട് ചെല്ലുമ്പോൾ അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വന്നിട്ട് പോയിട്ടുണ്ട്. ചിരിക്കാൻ പാടില്ല, വേറൊന്നും കൊണ്ടല്ല, ഇതും കൊണ്ട് വല്ലതും പോകുമോ? എന്നിട്ട് അവസാനം ഈ കയറ് രണ്ടുപേർ പിടിച്ചിട്ട് ഈ കുഴിയിലോട്ട് ഇറക്കി വെക്കുന്നതിന് മുമ്പ് ഒരു വെപ്രാളമുണ്ട്. മക്കൾ വന്നിട്ട് ആ കഴുത്തേലുള്ളത് കാതിലുള്ളത് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാച്ച്, ഗോൾഡൻ കണ്ണാടി, ചിലർ മകൾ എടുക്കാൻ പോയപ്പോഴത്തേക്ക് വേറൊരു മകൾ അതവിടെ ഇരുന്നോട്ടെ, കണ്ണാടി ഫ്രെയിമല്ലേ, അതൊക്കെ വില കൂടിയതാണ്, ചിലപ്പോൾ 20,000-25,000 രൂപയുടെ ഫ്രെയിമായിരിക്കും, അതുവരെ എടുക്കും. പിന്നെ ബാക്കിയുള്ളത് പോട്ടെന്ന് വെച്ച് ഇതും കൊണ്ട് ആരെങ്കിലും മേളിലോട്ട് പോകുമോ? ഇതിന് മുമ്പ് പോയി കുഴിയെടുക്കുന്നതും കുഴി തുറക്കുന്നതും അങ്ങനെയുള്ള കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്, അവരെ കൊണ്ട് ഈ ജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്ന ദൈവദാസന്മാരല്ലേ? ഈ പണ്ട് തൊട്ട് മുമ്പ് ഇട്ട കുടുംബത്തിലെ അവിടെ എന്തെങ്കിലും അവിടെ ബാക്കി പത്രം ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഈ അധ്യായത്തിൽ നമ്മളത് ഡീറ്റെയിലായിട്ട് ഇന്ന് ചിന്തിക്കാൻ പോകുക. ഇവിടുന്ന് ആരും ഒന്നും കൊണ്ടുപോകത്തില്ല. അതിടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഓർത്താൽ. ഞാൻ കഴിഞ്ഞ ദിവസം പോലീസ് സെക്ഷനിൽ തന്നെ ഉണ്ടല്ലോ, അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന ഒരു ഒരു ഓഫീസർ, പുള്ളിക്കാരത്തി പറയുമായിരുന്നു, ഞാൻ ചെന്നു അവിടെ കണ്ടു, പുഴുവൊക്കെ അഴുകി ഇങ്ങനെ തൂങ്ങി, പുഴുകളൊക്കെ താഴെ വീഴുന്നു, തറയിലല്ല തൂക്കിയാൻ തോന്നുന്നു, പുഴുകൾ താഴെ. അതിൻ്റെ കൂടെ വന്ന ഒരു പോലീസ് വെളിയിൽ പോയി ഛർദ്ദിച്ച് വിഷമിച്ച് വല്ലാതായിപ്പോയി. പുള്ളിക്കകത്ത് പിന്നെ സ്ഥിരം ജോലി ചെയ്യുന്നുണ്ട്, അതെങ്കിൽ ഗ്ലൗസും മാസ്കൊക്കെ ചെയ്ത് ഞാനും തിരിച്ചു വന്ന ആ പോലീസ് ഓഫീസറും ഞങ്ങൾ രണ്ടുപേരും പറയുമായിരുന്നു, വേറൊന്നുമല്ല, തന്നോട് ചോദിച്ചു എന്ത് പറ്റി ഇതുപോലും മയങ്ങാൻ, അല്ലെങ്കിൽ പുള്ളി പറഞ്ഞു, ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി,
നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ ഇതല്ലേ? ഒരു നിമിഷം ഞാൻ ഇന്നലെ കണ്ട ഒരു വീഡിയോ ആണ്. നമ്മുടെ ഒക്കെ അവസ്ഥ ഇതല്ലേ? നമ്മൾ ഇതിൻ്റെ അകത്തൂടെയൊക്കെ കടന്നു പോകേണ്ടത്. അത് ഇടയ്ക്ക് ഈ മനുഷ്യനൊന്ന് ചിന്തിച്ചായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. നമ്മുടെ ഉള്ള അവസ്ഥ ഇത്രയുമേ ഉള്ളൂ. ഈ പൊങ്ങച്ചം കാണിക്കുന്ന മനുഷ്യരോട് ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ അധ്യായത്തിൽ ഓർപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച 5-ാം അധ്യായം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചിന്തിച്ചു. അതിൻ്റെ അവസാനത്തെ ചില വാക്യങ്ങൾ ഒന്ന് വിട്ടു. അപ്പം നിങ്ങളല്ലേ പിന്നെ ചിന്തിക്കും, പാസ്റ്റർ അത്ര ആ വാക്യങ്ങൾ വിട്ട് എന്തിനാ, അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ കിട്ടേണ്ടവർക്ക് പെട്ടെന്ന് നമുക്ക് ആ ഭാഗം ഒന്ന് ചിന്തിക്കാം. യെസ്, നമ്മൾ 16 വരെയും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചിന്തിച്ചു. അന്ന് ഉണ്ടായിരുന്ന പ്രശ്നം, സഹോദരിമാർ, പ്രായമുള്ളവർ, അവർക്ക് വേറെ ജോലി ചെയ്യാൻ പറ്റത്തില്ല, അവരെ മാത്രം സഭ നോക്കിയാൽ മതി. അല്ലാത്തവർ, സാക്ഷാൽ വിധവമാരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്, രണ്ടും അവിടെ ഉണ്ട്. 3-ാമത്തെ വാക്യത്തിലും 5-ാമത്തെ വാക്യത്തിലും വീണ്ടും എഴുതിയിട്ടുണ്ട്, സാക്ഷാൽ വിധവമാരുടെ കാര്യം മാത്രം സഭ നോക്കിയാൽ, അല്ലാത്തവർ അവരുടെ കുടുംബക്കാർ നോക്കട്ടെ എന്നാണ് എഴുതിയിരിക്കുന്നത്. വിധവമാരും എന്ത് ചെയ്യണം? മക്കൾ നോക്കുന്നവർ നോക്കട്ടെ. കാരണം ഇതെല്ലാം കൂടി സഭയെ ബേർഡൻ ചെയ്ത് അവസാനം സാത്താൻ കൊണ്ടുവരുന്ന, ഞാൻ പറഞ്ഞില്ല, ഇവാഞ്ചലിസത്തിൽ നിന്ന്, സുവിശേഷ പ്രവർത്തനത്തിൽ നിന്ന് വചനമായിട്ട് ഉപദേശിക്കേണ്ട ദൈവദാസന്മാർ, ആ മിനിസ്ട്രി ഫോക്കസ് മാറി ഇതുപോലുള്ള പല വെറും ചാരിറ്റി വർക്കിലേക്ക്, അത് ജാതികളും ചെയ്യുന്നുണ്ട്, നമ്മളെക്കാൾ കൂടുതൽ ചെയ്യുന്നുണ്ട്, നമ്മളെക്കാൾ നീറ്റായിട്ട് ചെയ്യുന്നുണ്ട്. അവരവരുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം, ഭയങ്കരമായിട്ടൊരു ഭാഗം കൊടുക്കുന്നുണ്ട്. ദൈവമക്കൾ ഈ 10% തന്നെ വലിയ വിഷമമായിട്ടിരിക്കുമ്പോൾ, അത് പഴയ നിയമത്തിലെയാന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ, പുതിയ നിയമത്തിലെ ഓഹരിയെപ്പറ്റി, പരീക്ഷൻ്റെ നീതിയെ കവിയണം എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞില്ലേ, വലിയ വിഷമത്തിലിരിക്കുമ്പോൾ ജാതികൾ 50% വരെ കൊടുക്കുന്ന എത്ര ജാതികളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ ദിവസം ഒരു ജോലിക്കാരൻ ആ കാര്യങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുവാനിടയായി. അപ്പം അവരൊക്കെ ആ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ വരുമാനത്തിൻ്റെ ചിലരൊക്കെ ജീവിതം തന്നെ അതിന് വേണ്ടി വേർതിരിക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജിലൊക്കെ ആഹാരം കൊടുക്കുവാനും ഒക്കെ ഒത്തിരി പേരുണ്ട്. നിങ്ങൾ ഈ മെഡിക്കൽ ജനറൽ ആശുപത്രിയിലൊക്കെ ചെന്ന് അതിരാവിലെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആഹാരം കൊടുക്കുന്നവരുണ്ട്. അതിലൊരാളെ അറിയാം. അവരൊക്കെ ആ വർക്ക് ചെയ്യട്ടെ. നിങ്ങൾ ഏതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നാണ്? ഭക്തിയെ മുറുകെ പിടിച്ച് നിൻ്റെ യൗവനമാരും തുച്ഛീകരിക്കല്ല. ഹോൾഡ് ഓൺ ടു ഗോഡ്ലിനെസ്. ദൈവമക്കൾ പ്രാധാന്യത കൊടുക്കേണ്ടത് എന്തുവാ? നമ്മൾ പലപ്പോഴും അവരെയൊക്കെ കണ്ടിട്ട് ചാരിറ്റി, ആ പ്രവർത്തനം, അതിൻ്റെ ഫോട്ടോ എടുക്കുക, അപ്പം പിന്നെ എൻ്റെ ഫണ്ട് കൊണ്ട് പറ്റത്തില്ല, അപ്പം പിന്നെ കുറച്ച് ഫണ്ട് റേസ് ചെയ്യുക. എത്ര മിനിസ്ട്രി, എത്ര ദൈവദാസന്മാർ മാറിപ്പോകുമ്പോൾ, തിമോത്തിയോസേ നീ ഉപദേശിക്കണം, സഭകൾ അവർക്ക് ഭാരമായി തീരാതിരിപ്പാൻ. ഒന്ന് ഭാരം, അതിനുവേണ്ടി ഫണ്ട് റേസ് ചെയ്യണ്ടേ ദൈവദാസനും കുടുംബവും അല്ലെങ്കിൽ ശുശ്രൂഷയുടെ കാര്യം മാത്രം നോക്കേണ്ട ദൈവദാസൻ എന്ത് ചെയ്യും? അനേകരെ ആത്മീയമായിട്ട് എൻകറേജ് ചെയ്യേണ്ട സഭകൾ അവരുടെ കാഴ്ചപ്പാട് മാറിപ്പോയി. ഞങ്ങൾക്കുമുണ്ട് ഈ മിനിസ്ട്രി, ഞങ്ങൾക്കുമുണ്ട് ആ മിനിസ്ട്രി, ഈ മിനിസ്ട്രി, അവരെക്കാൾ വലിയ മിനിസ്ട്രി, ക്യാമ്പസ്, അതിനുവേണ്ടി പിന്നെ കുറച്ച് ഏക്കർ സ്ഥലം വാങ്ങിക്കുക, ക്യാമ്പസ്, അതിനുവേണ്ടി ഒരു 100 ഏക്കർ സ്ഥലം തൂത്തിക്കുടി വാങ്ങിച്ച ഒരു മിനിസ്ട്രി എനിക്കറിയാം. സ്നേഹിതരാ, എല്ലാം പരിചയക്കാരാ. ലാസ്റ്റ് എല്ലാം കൂടെ ആ ടീമിൻ്റെ അകത്തുള്ളവർ അടിച്ചും പിഴിഞ്ഞും അതിപ്പം വിൽക്കാനും പറ്റാതെ എത്ര വർഷമായിട്ട് 10-30 വർഷമായിട്ട് കേസിലൊക്കെ കിടക്കുക. ഇതെല്ലാം അവരെക്കാൾ കൂടുതൽ എന്ത് ചെയ്യണം? അതിലൊന്നും അല്ല കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ശുശ്രൂഷ. അത് നമ്മൾ പഠിച്ചപ്പോൾ അത് നിമിത്തം വേറൊരു കാര്യം കൂടി അവിടെ എഴുതിയേക്കുന്ന, വളരെ ഡെഡിക്കേഷൻ ഇല്ലാത്ത, അത്രയും പ്രായമാകാത്ത സഹോദരിമാർ താമസിക്കുമ്പോൾ അവർ വായാടിമാരായിത്തീരും, ഭവനം തോറും കയറിയിറങ്ങും, ദൈവനാമം ദുഷിപ്പിക്കും, അവരുടെയും ശുശ്രൂഷ ഫോക്കസ് മാറിപ്പോവും. അവർ വിവാഹം കഴിക്കുകയോ മക്കളെ നോക്കുകയോ അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങൾ അവരുടെ മക്കളുടെ കൂടെ താമസിക്കുകയോ ഒക്കെ ചെയ്യട്ടെ. അല്ലെങ്കിൽ 15-ാമത്തെ വാക്യം നമ്മൾ വായിച്ചല്ലോ, ഇപ്പോൾ തന്നെ ചിലർ സാത്താൻ്റെ പിന്നാലെ പോയല്ലോ. ദൈവനാമം ദുഷിപ്പിക്കുന്ന അനുഭവത്തിലേക്ക് ഉണ്ടാവും. ഒരിക്കലും ഒരു ദൈവനാമം ദുഷിപ്പിച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. ഇനി നമ്മുടെ ഈ കൂട്ടായ്മ ഇപ്പോൾ ഇവിടെ ഇത്രയും വർഷമായിട്ടുള്ളൂ, 2014 തൊട്ട് ഇപ്പോൾ ഇത്രയും വർഷമായി ഇവിടെ ഏതെങ്കിലും രീതിയിൽ ഒരു സാക്ഷ്യക്കേട് ഈ കൂട്ടായ്മ നിമിത്തം ഉണ്ടായാൽ, പിന്നെ നല്ലത് ഞാൻ ഈ ദേശം വിട്ടങ്ങ് പോകുന്നതാണ്. വേറെ വല്ലോ ആലുവയിലും പറ്റത്തില്ല, വലിയ ജില്ല വിട്ട് പൊക്കോണം. കാര്യം പിന്നെ ഞാൻ ഇവിടെ ഈ സ്റ്റേഡിയത്തിൻ്റെ റൗണ്ട് ഞാൻ പിന്നെയും ട്രാക്ടർ കൊടുക്കുന്നു, പ്രവർത്തിക്കുന്നു. നാട്ടുകാരെന്നെ എങ്ങനെ അറിയുന്നത്? ആ മീഡിയയിൽ വന്ന് അല്ലെങ്കിൽ ആ ദൈവനാമം ദുഷിപ്പിച്ച്. അതുകൊണ്ട് ദൈവനാമം ദുഷിപ്പിക്കുവാൻ മാത്രമാണ് സാത്താൻ നോക്കുന്നത്. മനുഷ്യനാ ബലഹീനത ഉള്ള അല്ലെങ്കിൽ ആത്മീയമായിട്ട് ബലമില്ലാത്ത സമയത്ത് വീണ് പോകും. അതിനുള്ള അവസരം ഉണ്ടാക്കില്ല. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചാൽ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. വീണ്ടും അടുത്തത് ഞാൻ പറഞ്ഞല്ലോ, ഇത് പിന്നീടാണ് അധ്യായവും വാക്യവും ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ അന്നത്തെ സഭകളിൽ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ അത് നമുക്കും ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 17-18 വായിച്ചു. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ
ഇരട്ടി മാനത്തിന് യോഗ്യന്മാരായേണ്ടവർ. അടുത്ത ഇവിടെ എഴുതിയിരിക്കുന്ന മൂപ്പന്മാരല്ലേ ശുശ്രൂഷകർ, മിനിസ്റ്റേഴ്സ്. അപ്പോൾ ഈ മിനിസ്റ്റേഴ്സ് അല്ലെ ശുശ്രൂഷകർ ഇവരെ എന്ത് ചെയ്യണം? ഇവരെ നല്ലപോലെ ജോലി ചെയ്യണം. ഒന്നാമത്തെ കാര്യം, ഇവർ എല്ലാ ശുശ്രൂഷകരോടും പറയണം, അവരധ്വാനിക്കണം, അത്യധ്വാനിക്കണം. അധ്വാനിക്കുമ്പോൾ അതിനുള്ള പ്രതിഫലം 18-ാമത്തെ വാക്യം, മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കുട്ട കെട്ടരുത് എന്ന് തിരുവെഴുത്ത് പറയുന്നു. വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനെന്നുമുണ്ട്. ദൈവദാസനും അല്ലെങ്കിൽ ആ ശുശ്രൂഷകനും കുടുംബവും വേല ചെയ്യുമ്പോൾ അതിനുള്ള കൂലി ആര് കൊടുക്കും? ആരെങ്കിലും കൂടെ കർത്താവ് കൊടുക്കും. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവം അത് ചെയ്യും. ശുശ്രൂഷകൻ അത് നിമിത്തം തന്നെ സപ്പോർട്ട് ചെയ്യാനോ താൻ ജോലിക്കോ, അതിനല്ല ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ദൈവദാസന്മാർ, ഇപ്പോഴത്തെ ചെറുപ്പക്കാരായ ദൈവദാസന്മാർ പുതിയതായിട്ട് തിയോളജി പഠിക്കുന്നു, ഇപ്പോഴല്ല 10-20 വർഷമായിട്ട് വിവാഹം കഴിക്കുമ്പോൾ നഴ്സുമാരെയും വേറെ ജോലിക്കാരെയും ഒക്കെ കല്യാണം കഴിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാര്യമാരെ ജോലിക്ക് വിട്ടിട്ട് ഇൻ കേസ് പ്ലാൻ ബി ആ, ഇൻ കേസ് കർത്താവിൻ്റെ വേലയിൽ എൻ്റെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, സോ പ്ലാൻ ബി. അപ്പോൾ അത് നിമിത്തം ഉണ്ടാകുന്ന എന്തുവാ? ഭവനങ്ങൾ സന്ദർശിക്കാൻ പറ്റില്ല, കുടുംബങ്ങളെ സന്ദർശിക്കും. ഇനിയിപ്പോൾ ദേവദാസനെ ഒറ്റയ്ക്ക് സന്ദർശിച്ചാൽ ദൈവനാമം ദൂഷിപ്പിക്കുന്ന അനുഭവം സാത്താൻ ഉണ്ടാക്കുമല്ലോ. വലിയ ശക്തി സാത്താൻ അത് ചെയ്യുമല്ലോ. സാത്താൻ അത് എത്ര വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന. അപ്പോൾ അവസാനം കുടുംബമായിട്ട് ഒന്നിച്ച് ശുശ്രൂഷയിലില്ലാത്ത ഒരു ശുശ്രൂഷ കുടുംബം ഒരു പ്രോഗ്രാം പോലെ ഇങ്ങനെ വർഷിപ്പ് ടീമിനെ ഏൽപ്പിക്കാം, വേറെ സബ് കോൺട്രാക്റ്റ് കൊടുക്കുന്ന പരിപാടി. നമ്മൾ ഈ ബിൽഡിംഗ് പണിയുമ്പോൾ ടൈൽസ് ഒരാളെ ഏൽപ്പിക്കും, പ്ലംബിംഗ് ഒരാളെ ഏൽപ്പിക്കും, ഇലക്ട്രിക്കൽ ഒരാളെ ഏൽപ്പിക്കുന്ന പോലെ ഇന്നങ്ങനെ എല്ലാം ഇങ്ങനെ സബ് കോൺട്രാക്റ്റ് കൊടുക്കുക. മന്ത്ലി ഇവിടുത്തെ സഭകളൊക്കെ ചോദിച്ചു, പല സഭകളും, എല്ലാ സഭകളും ഞാൻ പറയുന്നില്ല, പല സഭകളും അതൊരു 1,00,000 രൂപ വർഷിപ്പ് ടീമിന്, അല്ല വേറെ എന്തെങ്കിലും ഒരു അതിങ്ങനെ സബ് കോൺട്രാക്റ്റ് കൊടുക്കുമ്പോൾ സ്തോത്രം, അതൊന്നും അല്ല ശുശ്രൂഷ. ദൈവം ദാസനും കുടുംബവും സഭയും ഒക്കെ ചേർന്ന് ഒന്നിച്ച് ചെയ്യേണ്ട ഒരു ഹല്ലേലൂയ. നമുക്ക് ദൈവം തന്നിരിക്കുന്ന കൃപകൾ ദൈവനാമ മഹത്വത്തിനായിട്ട് സമർപ്പിക്കുമ്പോൾ ആ കൃപകളിലും ആ വരങ്ങളിലും ഒരു വർധനവുണ്ടാകും, ഇല്ലേ? സ്തോത്രം. അവിടെ ദൈവദാസൻ ഹല്ലേലൂയ ശുശ്രൂഷകൻ അവർ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യണം. ഒരു വെള്ളിയാഴ്ച ഞായറാഴ്ച മീറ്റിംഗ് അല്ല, അവർക്കുള്ള കൂലി അത് ദൈവം ചെയ്തോളും, ദൈവം നന്നായിട്ട് ചെയ്തോളും. ഈ ലോകത്തിലെ കമ്പനികൾ എത്ര വെറും TA-യും DA-യും അല്ലെങ്കിൽ ഇൻസെൻറ്റീവ്സും ലാസ്റ്റ് PF ഫണ്ടും ഒക്കെ ഒന്നും അല്ല, അത്രയും മാത്രമൊന്നും അല്ല. 6-7 ഇൻസെൻറ്റീവ്സ് ഒക്കെ തരുന്ന കമ്പനികളുണ്ട്, നല്ലപോലെ ഇൻസെൻറ്റീവ്സ് തരുന്ന കമ്പനികളുണ്ട്. അവരുടെ കാര്യമൊക്കെ അവരുടെ മെഡിക്കൽ നോക്കും, അവർ ഓരോ പ്രസംഗ ചെലവുകളിലും നോക്കുന്ന കമ്പനികളുണ്ട്. നോക്കുമെങ്കിൽ ഇതിലൊക്കെ എത്ര മനുഷ്യർ സാധുക്കളായ വെറും പുഴുപോലുള്ള മനുഷ്യർ നടത്തുന്ന കമ്പനികൾ ഇത്രയൊക്കെ ഫെസിലിറ്റീസ് തരുമ്പോൾ കർത്താവിൻ്റെ വേല അത് പേടിച്ചാരും ചെയ്യാതിരിക്കേണ്ട. കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ അതിനുള്ള കാര്യം ദൈവം ചെയ്യും എന്ന് ശുശ്രൂഷകരെ പഠിപ്പിക്കണം എന്നാണ് തിമോത്തിയോസിനോട് പറയുന്നത്. ഇനി അടുത്തൊരു വിഷയം, 2-3 സാക്ഷികൾ മുഖേനയല്ലാതെ ഒരു മൂപ്പന്റെ നേരെ അന്യായം എടുക്കരുത്. പാപം ചെയ്യുന്നവരെ ശേഷമുള്ളവർക്കും ഭയത്തിനുമായി എല്ലാവരും കേൾക്കെ ശാസിക്കും. 21-22 വായിച്ചു. അത് ഒരൊറ്റ ഒരു വിഷയം. ഒന്നും ചെയ്യാതെ കണ്ട് സിദ്ധാന്തം കൂടാതെ ഇവ പ്രമാണിച്ചു കൊള്ളണമെന്ന് ഞാൻ ദൈവത്തെയും ക്രിസ്തുവേശുവിനെയും ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷിയാക്കി നിന്നോട് കൽപ്പിക്കുന്നു. യാതൊരുത്തിന്റെ മേലും വേഗത്തിൽ കൈവയ്ക്കരുത്. അന്യന്മാരുടെ പാപങ്ങളിൽ ഓഹരിയാകാൻ നിർമ്മലനായി കാത്തു. 19 തൊട്ട് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ 19, 20, 21 ഇവിടെ ഒരു വലിയൊരു കാര്യം ഇവിടെ എഴുതിയേക്കുന്നത് ഈ ശുശ്രൂഷകർ, ഈ മൂപ്പന്മാർ, അവരുടെ മേൽ വേഗം കൈവെക്കലെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഈ കൈവെക്കുക എന്ന് പറഞ്ഞാൽ എന്തോ എൻ്റെ അർത്ഥം? അടി, അതല്ല. ഇവിടെ ഡു നോട്ട് ഓർഡെയിൻ എന്നാണ് അതിൻ്റെ മൂലഭാഷയിൽ, അല്ലെങ്കിൽ ഡു നോട്ട് അവരെ ശുശ്രൂഷയ്ക്ക് ആക്കല്ല. മലയാളം ട്രാൻസ്ലേഷൻ തന്നെ പല ട്രാൻസ്ലേഷൻ, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിക്കുമ്പോൾ അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജ് ഒക്കെ വായിക്കുമ്പോൾ ഡു നോട്ട് ലേ ഹാൻഡ്സ് ഓൺ ദം എന്ന് പറഞ്ഞാൽ അടിക്കല്ലെന്നല്ല എൻ്റെ അർത്ഥം. പെട്ടെന്ന് ഒരാളെ മൂപ്പൻ ശുശ്രൂഷകൻ ആക്കല്ല. അവനെ നേരത്തെ നമ്മൾ വായിച്ചത്, അതിൻ്റെ മേൽ നമ്മൾ ചില 2 അധ്യായം മുമ്പ് നമ്മൾ വായിച്ചത്, അവരെ ടെസ്റ്റ് ദം, അവരെ പരീക്ഷിക്കണം, അവരെ യോഗ്യരാ. പെട്ടെന്നൊരാളെ മൂപ്പനാക്കല്ല, അല്ലെ ശുശ്രൂഷകനാക്കല്ല. പെട്ടെന്നൊരാളെ ശുശ്രൂഷയിൽ നിന്ന് മാറ്റല്ല. രണ്ടും അവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ അതിൻ്റെ ഓർഡറിൽ എഴുതാതെ മലയാളത്തിൽ അങ്ങനെ വരുന്നതുകൊണ്ടാണ്. ഒരാളുടെ മേൽ ആക്ഷൻ എടുക്കണമെങ്കിൽ, ഒരു ശുശ്രൂഷകൻ്റെ മേൽ ആക്ഷൻ എടുക്കണമെങ്കിലും 2-3 സാക്ഷികളുടെ മുമ്പിലായിരിക്കണം. 22 എഴുതിയിരിക്കുന്നത് പെട്ടെന്ന് ഒരാളെ കൈവച്ച്, ഈ കൈവെക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി തൊട്ട് കാണുന്ന ദൈവദാസന്മാരെ കൈവച്ചാണ് ഓർഡെയിൻ ചെയ്ത് ഒരാളെ ശുശ്രൂഷയിലാക്കുക. അതിൻ്റെ ആംപ്ലിഫൈഡിൽ ഓതറൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷനിലെല്ലാം അങ്ങനെ തന്നെ എഴുതിയിരിക്കും. ഡു നോട്ട് ഓർഡെയിൻ ദം ഹേസ്റ്റലി എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരാളെ ശുശ്രൂഷയിൽ ഓർഡെയിൻ ചെയ്യല്ല, പെട്ടെന്ന് ഒരാളെ ശുശ്രൂഷയിൽ നിന്ന് മാറ്റല്ല. പക്ഷേ കുറവുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് എവിടെ എഴുതിയിരിക്കുന്നത്? നമ്മൾ വായിച്ചില്ലേ 20-ാമത്തെ വാക്യം?
പാപം ചെയ്യുന്നവരെ ശേഷമുള്ളവർക്കും ഭയത്തിനുമായി എല്ലാവരും കേൾക്കെ ശാസിക്കും. അതേ സമയത്ത് കുറവുണ്ടെങ്കിൽ എല്ലാവരും കേൾക്കെ ശാസിക്കുക. അങ്ങനെ ശാസിക്കുമ്പോൾ എല്ലാവർക്കും എന്തുണ്ടാവും? ഭയമുണ്ടാവും. That all may have fear. സ്തോത്രം. ഇത് ആ ഭാഗം വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുമ്പോൾ ഓരോ വാക്യം എടുത്തു കഴിഞ്ഞാൽ അതിനെ വേണേൽ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യുക. അങ്ങനല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് പിന്നീട് ആ വാക്യങ്ങളായിട്ടൊക്കെ എഴുതി ഒരു പാരാ. പിന്നീട് ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സ് ആണ് ഇതിനെ വാക്യമായിട്ടും അധ്യായമായിട്ടൊക്കെ അധ്യായം മാത്രമല്ല, ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോവുക, ഓരോ വിഷയങ്ങളാണ്. ഇപ്പം നിങ്ങൾക്ക് ആ ഭാഗം മനസ്സിലായല്ലോ. 19 തൊട്ട് 22 വരെയുള്ള വാക്യങ്ങളുടെ അകത്ത് പെട്ടെന്നൊരാളെ മിനിസ്റ്റർ ശുശ്രൂഷകനാക്കല്ല, പെട്ടെന്നൊരാളെ ശുശ്രൂഷയെന്ന് മാറ്റല്ല. അതൊക്കെ ചെയ്യുമ്പോൾ ഭർത്താവിനോട് ചോദിച്ച് നമ്മളിപ്പോൾ പുറമേയൊക്കെ നോക്കി കൊള്ളാമല്ലോ, എന്നാൽ അവനെ ശുശ്രൂഷകനാക്കിയേക്കാം. ഇത് ആരോടാണ് പറയുന്നത്? ഒരു അപ്പോസ്തോലിക ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം ട്രെയിൻ ചെയ്യുന്ന തിമോത്തിയോസിനോട് പറയുക, പെട്ടെന്നൊരാളെ ശുശ്രൂഷകനാക്കല്ല, പെട്ടെന്നൊരാളെ ശുശ്രൂഷയെന്ന് മാറ്റല്ല, കുറവുണ്ടെങ്കിൽ ശാസിക്കണം, അതെല്ലാവരും കേക്ക് ചെയ്യണം, എല്ലാവർക്കും ഒരു ഭയമുണ്ടാകുമല്ലോ. ഇനി അടുത്ത 23-ാമത്തെ വാക്യം. പെട്ടെന്ന് അതിൻ്റെ ടോപ്പിക്സ് മാറുക. അതാണ് ഞാനീ പറഞ്ഞത്. ഇത് പിന്നീട് ആ വാക്യങ്ങളായിട്ടും ഇതായിട്ടൊക്കെ. ഇനി 23-ാമത്തെ, അന്നത്തെ സഭകളിലും പേഴ്സണലായിട്ട് ഇതൊരു പേഴ്സണൽ കാര്യമാണ്. ഇവിടെ എഴുതിയേക്കുന്നത് അല്പം വീഞ്ഞ് സേവിച്ചു കൊള്ളുക. എത്ര പേരാണെന്നറിയാം സമുദായക്കാരൊക്കെ ഈ വാക്യം എടുത്തിട്ട് അല്പമാകാൻ കുഴപ്പമില്ല, എൻ്റെ എല്ലാവരും അല്പത്തിൽ തുടങ്ങുന്ന. ഇത് അതേ അല്ല, ബൈബിളിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് തന്നെ എഴുതിയേക്കുന്ന വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതുപോലെ തന്നെ മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. അത് എഴുതിയ കർത്താവ് പിന്നെ ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതുമോ? തെറ്റ് പറ്റിയതാണോ പൗലോസിനോ? തെറ്റുകളൊന്നും എന്തെങ്കിലും ആ സമയത്ത് പൗലോസ് എരിവോടുകൂടി പറഞ്ഞെങ്കിൽ അതൊന്നും ബൈബിളിനകത്ത് എഴുതിയിട്ടില്ല. ഇനി അങ്ങനെ വല്ല എഴുതിയിട്ടുണ്ടെങ്കിൽ താൻ പറയും, താൻ ഒരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്, ഇത് ദൈവാത്മാവ് പറഞ്ഞതല്ല, ഇതെൻ്റെ അഭിപ്രായമാണ് എന്നും താൻ പറയും. ഇവിടെ അതല്ല എഴുതിയിരിക്കുന്നത്. ഇവിടെ തന്നോട് പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ഇപ്പം നമ്മൾ ചായ കുടിക്കും, ഇപ്പോൾ ആൾക്കാരൊക്കെ ഗ്രീൻ ടീ കുടിക്കും, നല്ലൊരു ഹെവി ഫുഡ് കഴിച്ചാൽ. പണ്ടാണ് പെപ്സി കുടിക്കും, പെട്ടെന്ന് ദഹിക്കുമല്ലോ എന്ന് വിചാരിച്ചു. പിന്നീടാണ് മനസ്സിലായത് ഇൻറ്റസ്റ്റൈനും ആണ് ദ്രവിച്ചു പോകും, പല്ലും ദ്രവിച്ചു പോകുമെന്ന് മനസ്സിലായി. ഇപ്പോൾ പെപ്സിയൊക്കെ നിർത്തിയ ആൾക്കാർ ചിലർ ആപ്പിൾ സൈഡർ വിനീഗർ ഒരു സ്പൂൺ ഒരു ഗ്ലാസ്സിനകത്തൊക്കെ കട്ടിയായിട്ടുള്ള ആഹാരം പെട്ടെന്ന് ദഹിക്കാൻ, അതിനും ഈ ആപ്പിളിൽ നിന്ന് എടുത്ത സത്താണല്ലോ, പുളിപ്പുണ്ടല്ലോ, അപ്പോൾ അത് കുടിക്കും. ചിലർ പഴയ രീതി അനുസരിച്ച്, പഴയ കൃഷിക്കാർക്ക് അറിയാം, അവരൊക്കെ നിങ്ങളൊക്കെ അപ്പച്ചന്മാർ പരിചയമുള്ളവർക്ക് അറിയാം, അവരാദ്യം പഴങ്കഞ്ഞി കഴിച്ചിട്ട് പറമ്പിലേക്ക് ഇറങ്ങും, അയ്യത്തോട്ട് ഇറങ്ങും. കൃഷി കഴിഞ്ഞിട്ട് ഒരു 11-11:30 വന്നിട്ട് അവരുടെ ഭാഷയിൽ പുഴുക്കെന്ന് പറയും. അത് കപ്പ, ചേന, കാച്ചിലെല്ലാം കാണും. പുഴുക്ക് കഴിക്കും. ഈ പുഴുക്ക് കട്ടിക്ക് അങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള അവരുടെ കോപ്പ എന്നവർ പറയുന്നില്ലേ, നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ ഗ്ലാസ് ഒന്നുമല്ല, ഒരു വലിയ നമ്മളിപ്പോൾ 3 ഗ്ലാസ്സിലും 4 ഗ്ലാസ്സിലും ഒഴിക്കുന്ന ആ സ്റ്റീൽ ജഗ്ഗാണ് അവരെ കോപ്പ എന്ന് പറയും. ആ ഒരു കോപ്പ നിറച്ച് കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ നാക്ക് പൊള്ളുന്ന ചൂടിന് കുടിക്കും. അത് കുടിക്കുമ്പോൾ ഇത് കഴിക്കുന്നത് മുഴുവനും കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ മുഴുവൻ സ്റ്റാർച്ചാണ്. ഈ സ്റ്റാർച്ച് അല്ലെങ്കിൽ ഇത് മുഴുവനും നമ്മുടെ നാടൻ സാധാരണക്കാരുടെ ഭാഷയിൽ, ടെക്നിക്കൽ അല്ലാത്ത ഭാഷയിൽ പറഞ്ഞാൽ ഗ്യാസാണ്. ഇത് ഉണ്ടാക്കുന്ന പ്രശ്നം, ഇതും വെളിയിലോട്ട് വന്ന് ആ ഗ്യാസ് വയറ്റിൽ ഒന്ന് ഒതുങ്ങാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്. നമ്മുടെ നാട്ടിൽ ചായയോ കാപ്പിയോ ഒക്കെ അതിനാണല്ലോ നമ്മൾ ചായയും കാപ്പിയും. ചിലർ പറയും 4 മണിക്കാണ് കറക്റ്റ് ചായ, രാവിലെ കറക്റ്റ് കട്ടൻ എന്നൊക്കെ ആൾക്കാർ പറയുന്നു. ഓരോരുത്തരുടെ ഓരോ ശീലങ്ങളാണ് എന്ന് പറയുന്ന പോലെ അവിടെ മുന്തിരിയുടെ പരിപാടിയാണ് മുഴുവൻ. ബൈബിളിൻ്റെ അകത്ത് നോക്കിയാൽ മുന്തിരിയിൽ വസിച്ചില്ലെങ്കിൽ ഞാനും നീയുമായിട്ടൊരു ബന്ധവും ഇല്ല എന്ന് കർത്താവ് പറയുന്നത് നമുക്ക് കാണാം. പഴയ നിയമത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, പുതിയ നിയമത്തിൽ ഉദാഹരണത്തിലോട്ട് വരുമ്പോൾ എല്ലാം തോട്ടക്കാരന് മുന്തിരി, അവൻ ശരിക്കും നോക്കാഞ്ഞോണ്ട് ഞാൻ ആ തോട്ടക്കാരനെ മാറ്റി മകനെ അയച്ചു എന്നൊക്കെ നമുക്ക് മുന്തിരിവള്ളിയുമായിട്ടുള്ള. ഇനി കാനാൻ ഒറ്റ നോക്കാൻ പോയപ്പോഴും തിരിച്ചു കൊണ്ടുവന്നത് എന്തുവാ? നമ്മുടെ ഇവിടെ ഏത്തപ്പഴവും പൂവമ്പഴവും ഒക്കെ അല്ലെങ്കിൽ തേങ്ങയും തെങ്ങും ഒക്കെ കൃഷിയാണ്, ചക്കയും ഒക്കെയാണ് ഇവിടെ കേരളത്തിൽ കൂടുതലുള്ളത് ഇല്ലേ. മറ്റ് സംസ്ഥാനക്കാർ ഇവിടുന്ന് ചക്ക കൊണ്ടുവന്ന് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കൂടുതലുള്ളത്. പക്ഷേ അവിടെ ഉള്ള മെയിൻ നിൻ്റെ മുന്തിരിയുടെ അല്ലെങ്കിൽ നിൻ്റെ ഗോഡൗൺ, നിൻ്റെ മുന്തിരിവള്ളികൾ അല്ലെങ്കിൽ അത് സൂക്ഷിച്ച് വെക്കുന്ന, അപ്പം അവിടെ എല്ലാം മുന്തിരിയുടെ കാര്യമാണ്. അവർക്ക് മുഴുവനും നമുക്ക് ഇപ്പോഴുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ ട്രോപ്പിക്കൽ കുറച്ച് പഴയ കാലത്ത് സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണ് മാംസം കുറച്ച് കഴിക്കുന്നത്. ഒരു
1 കിലോ ബീഫ് വാങ്ങിച്ചാൽ വേണേൽ പണ്ടത്തെ കാലത്ത് അതിൽ മുഴുവൻ കൊത്തുകളിടും, അതിൽ വേണേ ഏത്തക്ക ഇടും, കിഴങ്ങിടും. ചിലർ പറയും, തപ്പിയിട്ട് പറയും ഇതിൻ്റെ ഇറച്ചിയേ ഇല്ലല്ലോ എന്ന് പറയും. എങ്ങനെയെങ്കിലും നമ്മൾ അതിനെ എന്ത് ചെയ്യും, ഒരു രുചിയുള്ള വിഭവമാക്കും. പക്ഷേ നിങ്ങൾ വിദേശത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ അറബിക് ഈ പറയുന്ന രാജ്യങ്ങൾ എല്ലായിടത്തും, ഇറാനിൽ നിങ്ങൾ ചെന്നു, ഇത്രയും പട്ടിണിയിൽ അല്ലെങ്കിൽ കഷ്ടപ്പാടിലാണല്ലോ ജനം. അഫ്ഗാനിസ്ഥാനിൽ നിങ്ങൾ ചെന്നു, അവിടെ ഒക്കെ നിങ്ങൾക്ക് കാണാം മാംസമാ മുഴുവൻ കഴിക്കുന്നത്. അതിൻ്റെ മേമ്പടിക്കാണ് ഇവർ ഈ റൊട്ടിന്നോ കുപ്പൂസ്ന്നോ എബ്രഹാമിൻ്റെ അടാന്നോ അപ്പം എന്നൊക്കെ പറയുന്നത് കഴിക്കുന്നത്. ബാക്കി മുഴുവൻ. അപ്പോൾ ഇത്രയും മാംസം കഴിക്കുന്നവർ, അവരുടെ ഇത്രയും വിലയുമില്ല അവിടെ. അതുപോലെ അവർ നമ്മളിവിടെ പലതും കൃഷി ചെയ്യുന്ന പോലെ അവർ അതുപോലെ അതിനെ കാറ്റിൽ അല്ലെങ്കിൽ ഇടയന്മാരുണ്ട് നോക്കുന്നു. അവർക്കത് സുലഭമാണ്, അവർക്കത് കഴിച്ചാലേ പറ്റൂ. അത് പ്രോട്ടീനുമാണ്. ലീൻ മീറ്റ് ഫാറ്റ് ഇല്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ പക്ക നീറ്റ് പ്രോട്ടീനുമാണ്. അതിനകത്ത് വേറെ കേടില്ല. പക്ഷേ ഇത് ദഹിക്കാൻ നമ്മൾ ഈ ചായ കുടിക്കുന്ന പോലെ അവിടെ എന്ത് ചെയ്യും, അധികം പുളിപ്പിക്കാത്ത വീട്ടിൽ പ്രോസസ്സ് ചെയ്യുന്ന മുന്തിരിയുടെ ചാറ്, അതൊരു ചെറിയ പുളിപ്പ് കാണും. അതുകൊണ്ടാണല്ലോ അതിന് ദഹിക്കാനുള്ള ഒരു പ്രോസസ്സ്. ഒരു ചെറിയ നമ്മൾ അല്പം ഒഴിക്കുമ്പോൾ പാല് മുഴുവൻ തൈരാകുന്ന പോലെ അതിനകത്ത് എന്തുവാ സംഭവിക്കുന്നത്, ആ നല്ല ബാക്ടീരിയ എന്ന് നമ്മൾ പറയുമല്ലോ, ഗുഡ് ബാക്ടീരിയ, അത് അതിൻ്റെ നല്ല പ്രോസസ്സ് ചെയ്യുന്ന ദഹനത്തിന് സഹായിക്കുന്ന പോലെ തന്നെ ഇത് പ്രോബയോട്ടിക് എന്നൊക്കെ ഇപ്പം പറയുന്ന പോലെ അങ്ങനത്തെ കേടുമൊക്കെ ഉള്ള പോലെ തന്നെ ഈ മുന്തിരിച്ചാറ് അങ്ങനെ കുടിക്കുന്നതാണ്. അപ്പം അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ ചിലർ തീരുമാനം അങ്ങോട്ട് എടുക്കുമ്പോൾ, എനിക്ക് എത്ര പേരെ അറിയാമെന്നറിയാം, ഞാൻ സ്റ്റീൽ വാച്ച് ഉപയോഗിക്കത്തില്ല, ഞാൻ സ്വർണ്ണ വാച്ച് ഉപയോഗിക്കത്തില്ല, ഞാൻ കറുത്ത, പണ്ടൊക്കെ കാസിയോടെ ഒരു കറുത്ത വാച്ച് ഉണ്ടായിരുന്നു, ബേസ് മോഡൽ, അതേ ഞാൻ ഉപയോഗിക്കത്തുള്ളൂ. അവിടെ പേഴ്സണൽ തീരുമാനം, ഒന്ന് ഉപദേശമായിട്ട് പഠിപ്പിച്ച് കളയല്ലെന്നേ ഉള്ളൂ, പേഴ്സണൽ തീരുമാനം. പിന്നെ ചിലർ ഭയങ്കര എരിവ് കയറുമ്പോൾ, എനിക്കറിയാം ഒത്തിരി ദൈവം മക്കൾ 80കളിലും 90കളിലും ഒക്കെ ചായയും കാപ്പിയും കുടിക്കത്തില്ല. ഞങ്ങളുടെ ആ സഭയിലും ഉണ്ടായിരുന്നു ഒത്തിരി പേര്. അത് വ്യക്തിപരമായിട്ട് അതിൻ്റെ അകത്ത് ചെറിയ കഫേൻ ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ആ പെർസെൻറ്റേജ് 0.00% ആയിരിക്കും. എത്ര ഉണ്ടെങ്കിലും ആ കഫേൻ പോലും വേണ്ട എന്ന് പറഞ്ഞ് തിമോത്തിയോസും തൻ്റെ എരിവിൽ താൻ എന്ത് ചെയ്തു, ഞാൻ ഇനി തൊട്ട് എന്ത് ചെയ്യത്തില്ല, പച്ചവെള്ളമേ കുടിക്കത്തുള്ളൂ, മുന്തിരി കുടിക്കത്തില്ല, മുന്തിരിച്ചാറ് കുടിക്കത്തില്ല. എല്ലാവരും ആഹാരം കഴിഞ്ഞിട്ട് അല്പം മത്തരാകാനല്ല, അല്പം ദഹിക്കാൻ വേണ്ടിയുള്ള കഴിക്കുമ്പോഴത്തേക്കും. പക്ഷേ അത് നിമിത്തം എന്തുണ്ടായി, തനിക്ക് അജീർണം ഉണ്ടായി, അത് വലിയ പ്രോബ്ലമായി. ഈ ഗ്യാസ് കൂടെ ഇത് ശുശ്രൂഷയ്ക്കൊക്കെ ദോഷമല്ലേ. ഇത് താനൊരു ഭവനത്തിൽ ചെന്നാൽ അതൊരു വിഷമമല്ലേ. അപ്പോൾ താൻ നമ്മൾ അന്നത്തെ ഡയറ്റ് അത്രയും മാംസം കഴിക്കും, ഇതെല്ലാം അധ്വാനിക്കും, കഴിക്കും, ദഹനം നടക്കുന്നില്ല. അപ്പോൾ തന്നോടുള്ളൊരു പേഴ്സണൽ മെസ്സേജ്, അങ്ങനെയുള്ള ആരെങ്കിലും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉള്ളൊരു പേഴ്സണൽ മെസ്സേജാണ് ഇത്. മത്തരാകാതിരുന്നാൽ മതി. അന്നത്തെ ആ ചാറ്, നമ്മൾ സ്ട്രോങ് ചായ കുടിക്കുന്ന പോലെ തന്നെ. എന്നിട്ട് 24 ഇത് ആൾക്കാർ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളിത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ടതുകൊണ്ടാണ് ഞാനിത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. ഇപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് അറിയാമല്ലോ. 24, 25 മനുഷ്യരുടെ പാപങ്ങൾ വിസ്താരത്തിന് മുമ്പേ തന്നെ വെളിവായിരിക്കുന്നു. ചിലരുടെ പാപങ്ങളോ ക്രമേണയുണ്ട്, സൽപ്രവൃത്തികളും അങ്ങനെ തന്നെ വെളിവാകുന്നു, വെളിവാകാത്തവയും മറഞ്ഞിരിക്കുകയില്ല. സഭയോട് പഠിപ്പിക്കണം, നിങ്ങൾ ഈ കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട. 24ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, ചിലരുടെ പാപം അങ്ങോട്ട് പബ്ലിക്കല്ല, രഹസ്യമാണ്. അതവരിങ്ങനെ ഒതുക്കിയും കർത്താവിനെ കളിപ്പിച്ചു, എന്നിട്ടും ഞാൻ അടി വാങ്ങിച്ചില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് തന്നെത്താൻ നീതീകരിച്ച് ന്യായീകരിച്ച്, ഇപ്പോഴത്തെ കാലത്തൊക്കെ അങ്ങനെയൊക്കെ അതൊക്കെ ശരീരത്തിന്, നേരത്തെ ഒരു ഭാഗത്ത് നമ്മൾ വായിച്ചില്ലേ, ശരീരത്തിൻ്റെ ആവശ്യമാണ് ഇതൊക്കെ. ഈ പരസംഗം അല്ലെങ്കിൽ ഈ ഇതുപോലുള്ള മോഹങ്ങളൊക്കെ അങ്ങനെയൊക്കെ ന്യായീകരിക്കുന്ന ദൈവമക്കളും ദൈവദാസന്മാരും കാണും. അതുകൊണ്ട് ഇവിടെ എഴുതിയേക്കുന്ന 24ാമത്തെ വാക്യത്തിൽ ചിലരുടെ പാപങ്ങൾ എന്ത് ചെയ്യുന്നു, അത് പുറത്താരും അറിയുന്നില്ല, പക്ഷെ അത് അറിയുന്ന ഒരു നാൾ വരും. ഇറ്റ് വിൽ ബി നോൺ ലേറ്റർ എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയേക്കുന്നത്. അതുപോലെ തന്നെ 25ാമത്തെ വാക്യത്തിൽ പറയുക, ചിലർ ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ, അവർ കർത്താവിന് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷയും അവർ മറ്റുള്ളവരെ കർത്താവിൻ്റെ സന്നിധിയിൽ എൻകറേജ് ചെയ്യുന്ന ശുശ്രൂഷയും ആരും അറിയുന്നില്ല എന്ന് വിചാരിച്ച് അവർ അറിയിക്കാൻ ശ്രമിക്കുകയും വേണ്ട. ഇത് ചെയ്യുന്ന മനുഷ്യനല്ല, ഇത് ചെയ്യുന്ന പാസ്റ്ററിന് വേണ്ടിയല്ല, ഇത് ചെയ്യുന്ന സഭ എന്ന പ്രസ്ഥാനത്തിന് വേണ്ടിയല്ല, ഇത് ചെയ്യുന്നത് കർത്താവിന് വേണ്ടിയാണ്. അതും വെളിപ്പെടുന്ന ഒരു ദിവസം വരും. ഇത് രണ്ടും അതുവരെ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങ് കാത്തിരുന്നാൽ മതി. നമ്മൾ നമ്മുടെ കുറവുകൾ മറച്ചു വെക്കാനും ശ്രമിക്കേണ്ട, ശുഭം വരത്തില്ല. ദൈവം അത് പുറത്തു കൊണ്ടുവരും. ഞാനിപ്പോൾ ഒരു ദൈവദാസന, ഞാൻ എൻ്റെ എന്തെങ്കിലും കുറവ് ദൈവസന്നിധിയിൽ ക്രമീകരിക്കാതെ ഞാൻ മറച്ചു വെച്ച് മുൻപോട്ട് പോകുവാണെങ്കിൽ ആ ദൈവം എന്നെ പലവട്ടം വാൺ ചെയ്യും. അവസാനം അത് ഫ്ലാഷ് ആവും. ദൈവത്തിനത് വലിയ വിഷമമാണ് ചെയ്യുന്നത്. കാരണം ഇങ്ങനെ ചെയ്യുമ്പോഴും ദൈവം വർഷങ്ങളായിട്ട് ട്രെയിൻ ചെയ്ത ഒരു ദൈവദാസനായി ഇല്ലാതാവുന്നത്, ആ ദേശത്തെ ദൈവവേല സുവിശേഷത്തിൻ്റെ വാതിൽ അടയുന്നത്,
അൾട്ടിമേറ്റ്ലി യേശുവിൻ്റെ നാമം അദൂഷിപ്പിക്കപ്പെടുന്നത്. പക്ഷേ ദൈവത്തിന് അത് ചെയ്യാതിരിക്കുവാൻ കഴിയത്തില്ല. ദൈവം അത് ചെയ്തു പോകും. ദൈവത്തിനെ കൊണ്ട് അത് ജയിപ്പിക്കൽ. അതുകൊണ്ടാണ് ഇവിടെ സഭയോട് ഉപദേശിക്കുന്ന 24-ാമത്തെ വാക്യത്തിൽ പലരും പാപം മറച്ചു വെച്ച് ഒരു ഭക്തിയുടെ വേഷം പുറത്ത് കാണിക്കുന്നുണ്ട്, അതും വെളിപ്പെടാൻ പോകുന്ന നാൾ വരുന്നു. 25-ാമത്തെ വാക്യത്തിൽ പറയുന്നു പലരും വളരെ ആത്മാർത്ഥതയോടുകൂടി കർത്താവിന് വേണ്ടി നിൽക്കുന്നുണ്ട്. അതിൽ പേഴ്സണൽ തീരുമാനങ്ങൾ, അവർ ശുദ്ധീകരണത്തിൽ പലതും ദൈവത്തിനു വേണ്ടി വില കൊടുത്ത് വേണ്ട എന്ന് വെച്ച് നിൽക്കുന്നുണ്ട്. അതിനും പ്രതിഫലം തരുന്ന ഒരു നാൾ വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് നമ്മുടെ 6-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുന്നത്. ദാസന്മാരായിരിക്കുന്നവരൊക്കെയും ദൈവനാമവും ഉപദേശവും ദുഷിക്കപ്പെടാതിരിക്കാൻ തങ്ങളുടെ യജമാനന്മാരെ സകല മാനത്തിന് യോഗ്യന്മാരെന്ന് എണ്ണേണ്ടതാകും. രണ്ടും വായിച്ചു. വിശ്വാസികളായ യജമാനന്മാരുള്ളവർ അവരെ സഹോദരന്മാർ എന്ന് വെച്ച് അലക്ഷ്യമാക്കരുത്. തങ്ങളെ കൊണ്ടുള്ള ഉപകാരം അനുഭവിക്കുന്നവർ വിശ്വാസികളും പ്രിയരും ആക്കിക്കൊണ്ട് അവരെ വിശേഷാൽ സേവിക്കുകയത്രേ വേണ്ടത്. ഉപദേശിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുക. ഇതൊക്കെ ഈ അവസാനം ഈ എക്സ്റ്റേണൽ അഫയേഴ്സ് അവസാനം എവിടെ വരും? സഭയിൽ പ്രശ്നമായിട്ട് വരും. ഞാൻ പറഞ്ഞു, ഒരു കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട്, സമാധാനമില്ല, സന്തോഷമില്ലെങ്കിൽ അതിൻ്റെ പിരിമുറുക്കങ്ങൾ കാണും. ആ പിരിമുറുക്കങ്ങൾ അവസാനം എന്തു ചെയ്യും? എവിടെയെങ്കിലും കൊണ്ട്, മനുഷ്യനല്ലേ, പിരിമുറുക്കം എവിടെയെങ്കിലും കൊണ്ട് തീർത്താലേ പറ്റൂ. ഞാൻ ഇവരെ പലപ്പോഴും പറയാറുണ്ട്, ഈ പല ആൾക്കാരോടൊക്കെ കൗൺസിലിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പലപ്പോഴും പിരിമുറുക്കമൊക്കെ അറിയാതെ വീട്ടിലാണ് തീർത്തു പോകുന്നത്. വേറൊന്നുമല്ല, ഞാൻ പിന്നെ ഇവിടെ വന്ന് ഇവരോട് ഇരുന്ന് സൗമ്യമായിട്ടിരുന്ന് കേൾക്കും. അവർ പൊട്ടത്തരം പറഞ്ഞാലും കുറച്ച് നേരം കേട്ടുകൊണ്ടിരിക്കണമല്ലോ. അവരെ ഉപദേശിക്കും ക്ഷമയോടുകൂടി. നിങ്ങൾ ഈ കസ്റ്റമർ കെയറിലെ ആൾക്കാരില്ലേ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിങ്സ്, എന്നാലും ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ കമ്പനിയുടെ പോളിസി, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, സോറി ഫോർ യു എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഈ ടെൻഷനെല്ലാം കൂടി കൂടുന്നത് എവിടാ? അപ്പോൾ ഈ കുടുംബത്തിൽ പിരിമുറുക്കമുണ്ടെങ്കിൽ ഇത് അവസാനം പലരും കൊണ്ട് ഫ്രീ ആക്കുന്നത് എവിടെയാണെന്നറിയാം? സഭയിലാണ്. അല്ലെങ്കിൽ അത് ദൈവവേലയ്ക്ക് പ്രശ്നങ്ങളുണ്ടാകും. സ്തോത്രം. അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ ഇതിവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം, വിശ്വാസികളായ യജമാനന്മാരും ഒരു സഭയിലുണ്ട്, അവരുടെ വിശ്വാസികളായ ജോലിക്കാരും ആ സഭ. ഒരു ദേശത്ത് പല സഭകളൊന്നും ഇന്നത്തെ പോലെ ഇല്ലല്ലോ. ഒരു ദേശത്ത് ഒരു സഭയാണ്. ആ ദേശത്തെ സഭകൾ അല്ലെങ്കിൽ സഭ കൃപയോടുകൂടി നിൽക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ശക്തമായിട്ട് ആ വെളിപ്പാട് പുസ്തകത്തിൽ സഭകളിലെ ദൂതന്മാർക്ക് ദൈവം, അല്ലെങ്കിൽ ഇടയന്മാർക്ക്, അല്ലെങ്കിൽ ടു ദ മെസ്സഞ്ചർ ഓഫ് ദ ചേർച്ച്, ആ സഭ നടത്തുന്ന ദൈവദാസന്മാർക്ക് ശക്തമായ ഭാഷയിൽ എഴുതും, നിങ്ങൾ വിശ്വസ്തമായിട്ട് ആ സഭദേശത്ത് നിന്നില്ലെങ്കിൽ നിങ്ങളെ ഐ വിൽ റിമൂവ് യു ഫ്രം യുവർ ലാംപ് സ്റ്റാൻഡ്, അല്ലെങ്കിൽ നിങ്ങളെ ആ വിളക്ക് ആ സ്റ്റാൻഡിൽ നിന്ന്, ആ പ്രകാശം നൽകേണ്ട പൊസിഷനിൽ നിന്ന് ഞാൻ നിങ്ങളെ എന്ത് ചെയ്യും? മാറ്റും. ആ സഭദേശത്ത് ഇല്ലാതായിപ്പോവും എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. സ്തോത്രം. അതുകൊണ്ട് ഒരു ദേശത്തെ ഒരു സഭ എത്ര കൃപയോടുകൂടി മാതൃകയോടുകൂടി നിൽക്കേണ്ടപ്പോൾ ഇവിടെ ഉണ്ടായ അടുത്തൊരു പ്രശ്നമാണ് യജമാനന്മാർ ദാസന്മാർ. യജമാൻ ദാസൻ എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനം നടത്തുന്ന ആളും അതിൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നവർ, അവരൊക്കെ ഒരു സഭയിലുണ്ട്. ആദ്യത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, വർക്ക് ചെയ്യുന്നവരോട് എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ യജമാനൻ ഒരു കൂട്ടുവിശ്വാസി അല്ലെങ്കിൽ കൂട്ടു സഹോദരനാണെന്ന് വിചാരിച്ച്. നമുക്ക് അങ്ങനല്ലേ? ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കൂടെയൊക്കെ കേണൽ ഉണ്ടായിരുന്നു, കമാൻഡർ ഉണ്ടായിരുന്നു, കമാൻഡർമാരും ഓഫീസേഴ്സും ഒത്തിരി പേരുണ്ടായിരുന്നു. അവരും അതിൻ്റെ ഇതൊന്നും കാണിക്കുന്നില്ല. അങ്ങനെയുള്ള ഓഫീസേഴ്സ് പലരും സാധാരണ വിശ്വാസികൾ കസേര ഇരിക്കുമ്പോൾ ഇവർ വന്ന് മുട്ടുമേലിരുന്ന് പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും നമ്മുടെ ഇവിടെ ഈ കൂട്ടായ്മയിൽ ഈ സഭാഹോളിലും നടന്നിട്ടുണ്ട്. അവരിവിടെ ഉണ്ടായിരുന്ന സമയത്ത് അതൊക്കെ അവരവരുടെ താഴ്മ കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പിന്നെ ഒരു പോലീസ് ഓഫീസർ ആയിരിക്കും, എന്ത് ചെയ്യും? നമ്മൾ കൂട്ടു സഹോദരൻ പറഞ്ഞ് കെട്ടിപ്പിടിക്കും, തോളയിൽ കൈയിടും, അതൊക്കെ ഉണ്ട്. സഭയ്ക്കകത്ത് എല്ലാം ഉണ്ട്. പക്ഷേ ഈ സ്ഥാപനം നടത്തുന്ന ആൾ എൻ്റെ കൂട്ടു സഹോദരനാണെന്ന് വിചാരിച്ച് അവിടെ ജോലി ചെയ്യുന്ന ആൾ പലപ്പോഴും നമുക്ക് വിശ്വാസികളുടെ മധ്യത്തിൽ നടക്കുന്ന കാര്യം. ഇന്ന് ഞാൻ വന്നില്ല സഹോദര, ഇന്ന് എനിക്ക് അവിടെ വീട്ടിൽ പ്രശ്നമുണ്ടായിരുന്നു, നാളെ എനിക്ക് അവിടെ വരെ ഒന്ന് പോകണം, അവിടെ നാളെ ഞാൻ ഇല്ല. ഇങ്ങനെ 3-4 പ്രാവശ്യം ആകുമ്പോൾ ആ സ്ഥാപനം നടത്തുന്ന സഹോദരൻ്റെ സ്ഥാപനം എന്ത് ചെയ്യും? പൊട്ടിപ്പോവും. അതുപോലെ നടത്തുന്ന ആളും കൂട്ടു സഹോദരനാ എന്ന് വിചാരിച്ച്, സ്തോത്രം, ഹല്ലേലൂയ, അതിനുള്ള സ്നേഹം കാണിക്കണം, അതുപോലെ തിരിച്ചുള്ള ആത്മാർത്ഥത കാണിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുണ്ടായില്ലെങ്കിൽ ഈ വർക്ക് പ്ലേസ്, നമ്മുടെ ഭവനം, സഭ പോലെ തന്നെയാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം, പിന്നെ നമ്മുടെ ജോലി സ്ഥലം. യേശുവിൻ്റെ നാമം ഏറ്റവും കൂടുതൽ ഉയർത്തേണ്ട ഏരിയ, പക്ഷേ പലപ്പോഴും ദുഷിപ്പിച്ചു പോകുന്ന ഏരിയ, ദൈവമക്കൾ നിമിത്തം കയ്പ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാകുന്ന ഏരിയയാണ് നമ്മുടെ വർക്ക് പ്ലേസ്. നമ്മൾ താമസിക്കുന്ന സ്ഥലവും അയൽവക്കക്കാരുമായിട്ടുള്ള ബന്ധം, ദേശം, പിന്നെ നമ്മുടെ ജോലി സ്ഥലം. അവിടാണ് ഏറ്റവും പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യത. അതുകൊണ്ട് ഇത് ദൈവമക്കൾ മനസ്സിലാക്കണം. 2 കൂട്ടരും
ജോലി ചെയ്യുന്നവർ. അതുകൊണ്ട് പലപ്പോഴും പലരും അനുഭവത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, എടുക്കുവാണെങ്കിൽ വിശ്വാസികളായിട്ടുള്ള ജോലിക്കാരെ എടുക്കല്ലേ. എടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റില്ല. മറ്റുള്ളവരോടാണെങ്കിൽ നമുക്ക് പറയാം. ഇത് കൂട്ടുവിശ്വാസിയോട് സഹോദര രാവിലെ സമയത്തിന് കറക്റ്റ് പറഞ്ഞു, ഇതുപോലെ 10-11 മണിക്ക് കയറി എക്സ്ക്യൂസും പറഞ്ഞുകൊണ്ട് വരലെന്ന് പറഞ്ഞാൽ സഭയെ പ്രോബ്ലം ആയില്ലേ? ഒരു സ്ഥാപനം നടത്തുന്ന ഒരാളും അവരുടെ ജോലിക്കാർ 2 പേരും സഭയാണ്. അത് അവസാനം പ്രോബ്ലമായി. പിന്നെയും റെഫറി ആയിട്ട് ആര് പോകണം? ദൈവദാസൻ 2 പേരുടെയും വീട്ടിൽ പോകണം. 2 പേരും വരാതായി പിണങ്ങി. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ 2 പേരും മനസ്സിലാക്കണം. അത് ഓൾറെഡി ദൈവമക്കൾ അതിൽ നിന്ന് പാഠം പഠിച്ചിരിക്കുന്ന വിശ്വാസികളുമായിട്ട് കുറച്ച് ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റിന് ഒരു വർക്ക് എടുത്തു കഴിഞ്ഞാൽ അവിശ്വാസികൾ കൊടുത്തോ അതാ നല്ലത്. വിശ്വാസികളായിട്ട് കൊടുത്ത അവസാനം ദൈവനാമം അങ്ങനെ വേണ്ട. അതായത് വർക്കുകളൊക്കെ എന്ത് ചെയ്യണം? വിശ്വാസികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടു സഹോദരങ്ങൾക്ക് തന്നെ കൊടുക്കണം. വർക്കിന് വിശ്വാസികളെ തന്നെ എടുക്കണം. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മാർത്ഥത കാണിക്കരുത്. അവസാനം ഫൈനലി എവിടെ ഉണ്ടാകല്ല പ്രോബ്ലം? സഭയിൽ. ഞാൻ പറഞ്ഞു, ചെറിയ വിഷയങ്ങൾ മതി ഒരു സഭയുടെ ബാലൻസ് തെറ്റാൻ. കൃപയോടുകൂടി ഓടുന്ന ഒരു വാഹനം ഓടുമ്പോൾ കാറ്റ് കുറഞ്ഞാൽ അലൈൻമെൻറ്റ് ബാലൻസ് തെറ്റും. ആ വാഹനം ഇങ്ങനെ പോകുന്ന കാണാം. കാറ്റ് കുറഞ്ഞ് ബസ്സൊക്കെ ഓടിക്കുന്നവർക്കറിയാം. അല്പം അലൈൻമെൻറ്റ് മാറിയാൽ, ഞാൻ ഓർമ്മയുണ്ട്, ഞങ്ങളുടെ ഒരു ഇച്ചിരി പഴയ വണ്ടിയായിരുന്നു, കൂടെ അലൈൻമെൻറ്റ് വേണം. ഞാനൊരു 80ൻ്റെ മേളിലോട്ട് വണ്ടി എടുക്കുമ്പോൾ അതിന് ഇച്ചിരി ലോങ് ചേസസും ആയിരുന്നു, വണ്ടിക്ക് ഹൈറ്റും കൊടുത്തു. അന്ന് എൻ്റെ കൂടെയൊക്കെ യാത്ര ചെയ്തവർക്കറിയാം, വണ്ടിയുടെ മേൽവശം കിടന്ന് കുലുങ്ങും. ഞാൻ പിന്നെ എന്ത് ചെയ്യും? 80ൻ്റെ താഴോട്ട് സ്ലോ ചെയ്യും. പിന്നെയും നമുക്ക് ധൃതി എവിടെയെങ്കിലും കർത്താവിൻ്റെ വേലയ്ക്ക് പോകണം. സ്പീഡ് കൊടുക്കുമ്പോൾ അലൈൻമെൻറ്റ് പ്രോബ്ലം ആയാൽ എന്ത് ചെയ്യും? വാഹനം കിടന്ന് എന്ന് പറഞ്ഞ പോലെ ഒരു സഭയിൽ ഒരു ചെറിയ വിഷയമുണ്ടെങ്കിൽ ദൈവനാമം ദുഷിപ്പിക്കും, ഐക്യത കെടും, പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വരത്തില്ല. അങ്ങനെയുള്ള പ്രോബ്ലംസ് സാത്താൻ അന്നും ചെയ്തു. അത് ഇരുകൂട്ടരും, സ്ഥാപനം നടത്തുന്നവരും ജോലി ചെയ്യുന്നവരും, അവർ 2 കൂട്ടരും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ദൈവനാമം ദുഷിക്കുമെന്ന് പറഞ്ഞിട്ടാണ് 3-5 വരെ. പെട്ടെന്ന് നമ്മുടെ ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് ചേർത്തിരിക്കും. അവയാൽ അസൂയ, ശണ്ഠ, ദൂഷണം, ദുസംശയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു. അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കും. ഇതിൻ്റെ അകത്ത് ഇനി ഒരു കൂട്ടര് ഇവിടെ എഴുതിയിരിക്കുന്ന, അവർ സഭയിൽ ഭയങ്കര ഉപദേശമാ, പക്ഷെങ്കിൽ അത് ശുശ്രൂഷകരുമായിരിക്കും. 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവർക്കിതൊരു ജീവിതമാർഗമാണ്. ദൈവഭക്തി ശുശ്രൂഷ തന്നെ ആദായ സൂത്രമായിട്ട് എടുത്തിരിക്കുക. അപ്പോൾ അവിടെ എല്ലാം ഈ അവരെന്ന് പറഞ്ഞാണ് ഈ 3-ാമത്തെ വാക്യം തൊട്ട് തുടങ്ങുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ ഈ മേളിൽ 5-ാമത്തെ അധ്യായത്തിലും 4-ാമത്തെ അധ്യായത്തിലും 6-ാമത്തെ അധ്യായത്തിൻ്റെ തുടക്കത്തിലും ഒക്കെ പറഞ്ഞത് ഇതല്ലാതെ വേറെ എന്തെങ്കിലും പഠിപ്പിച്ചാൽ, ഇംഗ്ലീഷ് ബൈബിൾ തുടങ്ങുന്നത് ഇഫ് എനിവൺ ടീച്ചേഴ്സ് അതർവൈസ് എന്ന് എഴുതിയിരിക്കുന്ന ഹല്ലേലൂയ, ഇതല്ലാതെ വേറെ എന്തെങ്കിലും വ്യത്യസ്തമായൊരു ഉപദേശം ഇവിടെ പഠിപ്പിച്ചാൽ അവർ ഇങ്ങനെയുള്ളവരാ, അവർ ഫോൾസ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ സത്യ ഉപദേശികളല്ല. അവർ നിമിത്തം ഉണ്ടാകുന്ന ആർഗ്യുമെൻറ്റ്സ്, ഇംഗ്ലീഷ് ബൈബിൾ അങ്ങനെ എഴുതിയിരിക്കുന്നത്, തർക്കത്തിൻ്റെ, വാഗ്വാദത്തിൻ്റെ, പിന്നെ അതിൻ്റെ ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു. പിന്നെ അവയാൽ വരുന്ന അസൂയ, ഇതൊക്കെ സഭയ്ക്കകത്താ നടക്കുന്ന അവസാനം. അസൂയ, ഷണ്ട, അടി, ദൂഷണം, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറച്ചില്, ദുസംശയം, ദൈവമക്കളെ സഭയ്ക്കകത്തെ കാര്യമാണ്. ജാതികൾ വല്ലതും അറിഞ്ഞാൽ, ഇത് 2000-ൽ പരം വർഷം മുമ്പേ സാത്താൻ ഈ പരിപാടി തുടങ്ങിയതാണ്. അതുകൊണ്ട് അങ്ങനെ അതിൻ്റെ ഭക്താക്കൾ ആരുമായി തീരല്ല. അങ്ങനെയുള്ള സഭകൾ ആ നാളുകളുണ്ടായിരുന്നു. തിമോത്തിയോസേ, നീ അവരെ ഉപദേശിക്കണം. അസൂയ, മത്സരം, ഷണ്ട, അങ്ങനൊന്നും വരുത്തുന്ന ഒരു കാര്യങ്ങൾ സഭകൾ അനുവദിക്കല്ല. സ്തോത്രം. ഇത് ഞാൻ ഈ പറഞ്ഞതല്ലാതെ പൗലോസ് അപ്പോസ്തലൻ പറയാം, വേറെ ഒരു അന്യത ഉപദേശിക്കുന്ന ഒരാൾ, ഇറ്റ് ഈസ് എ ഫോൾസ് ടീച്ചിങ്. വളരെ പ്രാർത്ഥന, ഞാൻ പറഞ്ഞ ഒരു കുടുംബം പോലും ഇല്ല പൗലോസ് അപ്പോസ്തലൻ. അതുകൊണ്ട് തന്നോട് വെളിപ്പെടുത്തുന്ന മർമ്മങ്ങൾ വളരെ ആഴമാണ്. അങ്ങനെ ഡെഡിക്കേറ്റഡായിട്ട് ഓരോ വിഷയത്തിൻ്റെ പുറത്ത്, താൻ ജയിലിൽ കിടക്കുമ്പോഴും തൻ്റെ കൈ ചങ്ങലയിലായിരിക്കുമ്പോൾ താൻ, കർത്താവേ, നമുക്ക് ഇന്നുള്ള പോലും റിട്ടേൺ ബൈബിൾ അവർക്കില്ല. ഈ റിട്ടേൺ ബൈബിൾ ഒന്ന് കിട്ടുവാൻ, ഈ ആലോചനകളൊക്കെ തിമോത്തിയോസിൻ്റെ അല്ലെങ്കിൽ ഇതുപോലുള്ള ലേഖനങ്ങൾ എഴുതുവാൻ ദൈവദാസന്മാർ കൊടുത്ത വില ചെറുതൊന്നുമല്ല. ന്യായവിധി അവരെ വന്ന് മാനിക്കാൻ പോകുന്ന നമ്മളും അവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണാൽ നമ്മളത് കാണും. അതുപോലെ വില കൊടുത്താണ് അവർ കർത്താവിൻ്റെ വേലയ്ക്ക്. അപ്പോൾ ഓരോ പ്രൈസിലോ ദൂതുകൾ, തിരുവത്താഴം ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഓരോ വിഷയങ്ങൾ, ഇതൊക്കെ ഈ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ്,
ഒത്തിരി ദൈവദാസന്മാർ പ്രായോഗിക ക്രിസ്തീയ ജീവിതം ശിഷ്യത്വം ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഓരോ വിഷയം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്ന എൻ്റെ അല്ലെ നിങ്ങളുടെ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിനും നമ്മുടെ സഭ, നമ്മുടെ സ്ഥാപനം, നമ്മുടെ ജോലി സ്ഥലത്ത് താമസിക്കുന്ന സ്ഥലത്തൊക്കെ വീണ്ടും മാറ്റങ്ങൾ ആവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാകുന്നത്. 5-ാമത്തെ വാക്യം വരെ നമ്മൾ വായിച്ചു. സ്തോത്രം. ഇതൊക്കെ പിന്നെ അവസാനം മത്സരമാണ്. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആരാധനയ്ക്ക് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും. അതുപോലെ ഒരുക്കത്തിലും അതുപോലെ പൊങ്ങച്ചത്തിലും വരുന്ന സഭകൾ അല്ലെ ആൾക്കാർ ഈ പട്ടണത്തിൽ 100 കണക്കിനുണ്ട്. 100 കണക്കിന് ഈ ഫ്ലാഷി തിളങ്ങുന്നത് ഇതുപോലുള്ള ഡ്രസ്സുകളും അല്ലെങ്കിൽ ആൾക്കാരെ ഒറ്റ നോട്ടത്തിൽ ആകർഷിച്ച് കളയുന്നത് ഇതൊക്കെ ഇട്ടുകൊണ്ട് എവിടാ വരുന്നത്? ഞായറാഴ്ച സഭായോഗത്തിൽ. ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചല്ലോ, ഇവിടുത്തെ ഒരു സഭയിൽ ആരാധനയോട് ചേർന്ന് തന്നെ മേക്കപ്പ് റൂമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്ന് മേക്കപ്പ് ഇട്ടാണ് വരുന്നത്. ഇനി പാടുന്ന സമയത്ത് വല്ലതും ആ റൂഷോ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ക്രീമോ വല്ലതും ഒന്ന് വേർത്തിട്ട് പോയാൽ ഇടയ്ക്കിടയ്ക്ക് ഇടാൻ കൂടിയ പാസ്റ്റർ പ്രത്യേകം അങ്ങനെ പറഞ്ഞു എന്നാണ് പറയാം, കൂടിയ സാധനങ്ങൾ വേണം സഭയോട് പറഞ്ഞിരിക്കുക, വാങ്ങിച്ചതിൻ്റെ അകത്ത് വെക്കണം. കാരണം മേക്കപ്പിനൊരു ആരുടെ മുമ്പിലാണ് വരുന്നത്? ഇന്നലെ ഞങ്ങളിരുന്ന് ഫാമിലി ഫോട്ടോസൊക്കെ ഒന്ന് കാണുമായിരുന്നു കമ്പ്യൂട്ടറിൽ. പഴയ ഫോട്ടോസൊക്കെ ഒത്തിരി ബാക്കപ്പുകളുണ്ടല്ലോ, പ്രവർത്തനത്തിൻ്റെ ഉണ്ട് ഫാമിലി ഫോട്ടോസ്. ഇവരുടെയൊക്കെ കുഞ്ഞിലത്തെ ഫോട്ടോസൊക്കെ കണ്ടപ്പോഴേ ഇവർക്ക് തന്നെ ഭയങ്കരമായിട്ട് ചിരി വന്നു. പേരൻസിന് പെട്ടെന്ന് ഇപ്പം കുഞ്ഞുങ്ങൾ വലുതായിട്ട് പാപ്പൻ്റെ അമ്മയുടെ മുമ്പിൽ ഞാനങ്ങനെ ചെയ്തു ഞാനിങ്ങനാന്നൊക്കെ പറയുമ്പോൾ അപ്പനും അമ്മയ്ക്കും പെട്ടെന്ന് വരുന്ന ഓർമ്മ ഏതാണെന്നറിയാം. ആ ജനിച്ച കുഞ്ഞിനെ പുക്കിൾ കൊടി പോലും ഊരാതെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ ഒരു കീറ്റത്തുണിയിലൊക്കെ അല്ലേ, അത് ചൂടൊക്കെ വരായിരിക്കും. നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിൽ, വെളിയിലാണെങ്കിൽ റാപ്പ് ചെയ്യും തണുപ്പ് നിമിത്തം. അപ്പം അങ്ങനെയൊക്കെയുള്ള ആ ഒരു പിണ്ടാഹാരം മാറി രൂപം വെച്ചു, ആ രക്തത്തിൻ്റെ ചുമപ്പ് കളറ് പോലും മാറിയിട്ടില്ലാത്ത, ഒന്ന് വയറ്റിൽ നിന്ന് ഒഴിഞ്ഞു പോലും പോകാത്ത ഒരു അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിനെയല്ലേ ഓർമ്മ വരുന്നത്. നമ്മുടെ ദൈവം അത്രയും പേരൻസിന് അറിയത്തില്ല, അതിന് മുമ്പുള്ളത് അറിയത്തില്ല, അത് വയറ്റിലായിരുന്നല്ലോ. പക്ഷേ ദൈവത്തിന് നമ്മളെ ഓർമ്മ വരുന്ന എപ്പോഴാണ്? ബൈബിൾ പറഞ്ഞത് നീ ഒരു പിണ്ടാകാരമായിരുന്നപ്പോൾ, ഒരു മാംസക്കഷ്ണം, ഒരു എംബ്രിയോ, ഒരു പുഴു പോലായിരുന്നപ്പോൾ തൊട്ട് ഞാൻ നിന്നെ കണ്ടു, പേര് ചൊല്ലി വിളിച്ചു, നിൻ്റെ മേലുള്ള വിളി, പ്രൈസ് ദി ലോർഡ്, ദ കോളിംഗ് അപ്പോൺ യു, നിൻ്റെ മേലുള്ള വിളി. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന് നമ്മളെപ്പറ്റി വലിയ പ്ലാൻ ഉണ്ട് ദൈവമക്കളെ. മാംസക്കഷ്ണമായിരുന്ന രൂപമില്ലാഞ്ഞപ്പോൾ ദൈവത്തിന് നമ്മളെ അറിയാം. ആ ദൈവത്തിന് മുമ്പിലാണോ ഈ ഷോ ഓഫും കൊണ്ട്? അപ്പോൾ ഈ ഷോ ഓഫ് ദൈവത്തെ കാണിക്കാനല്ല, പിന്നെ ആരെ കാണിക്കാനാ? കൂട്ടു സഹോദരനെ കാണിക്കാനല്ല, നമ്മുടെ മുമ്പിൽ അവരെ കൊച്ചാക്കാൻ. അങ്ങനെയല്ലേ ബൈബിൾ പറയുന്നത്? അങ്ങനൊക്കെ സഭകളിൽ നടക്കുന്നുണ്ട്. തിമോത്തിയോസേ, നീ പഠിപ്പിക്കണം. പ്രൈസ് ലോർഡ്. അതിനുവേണ്ടി ഈ സൂപ്പർ ലക്ഷറിയും ദൈവദാസന്മാർ പഠിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വിശ്വാസികളും അതിനുവേണ്ടിയൊക്കെ വളരെ ഇരുന്ന് കഷ്ടപ്പെട്ട് അവസാനം കടവും കയറി പ്രശ്നത്തിലുമായി. അതുകൊണ്ട് 6-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുക, മനോഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നു താനും. POC ബൈബിളൊക്കെ വളരെ കറക്റ്റായിട്ട് സംതൃപ്തിയോടുകൂടിയുള്ള ക്രിസ്തീയ ജീവിതം തന്നെ എഴുതിയിരിക്കുന്ന നമ്മുടെ ബൈബിൾ സൊസൈറ്റിയിൽ ബ്രാഹ്മൺ അല്ലെങ്കിൽ പഴയ പണ്ഡിതന്മാർ അങ്ങനെയുള്ള ഹിന്ദു ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അവർ ഉപയോഗിച്ച ഭാഷയൊക്കെ ചിലയിടത്തൊക്കെ അങ്ങോട്ട് നമ്മൾ സാധാരണ സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്ന ഭാഷയിൽ നമ്മൾ അലംഭാവം എന്ന് പറയുമ്പോൾ ശ്രദ്ധയില്ലാത്ത അങ്ങനത്തെ ഒരു ഭാഷ നമുക്കിപ്പോൾ അറിയാം. പക്ഷേ അതിൻ്റെ ഇങ്ങനെ ഒരു അർത്ഥം കൂടെ അതിനുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ, ഗോഡ്ലിനെസ് വിത്ത് കണ്ടൻമെൻറ്റ് അല്ലെങ്കിൽ ഗോഡ്ലിനെസ് വിത്ത് സാറ്റിസ്ഫാക്ഷൻ എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയേക്കുന്നത്. സംതൃപ്തിയോടുകൂടിയുള്ള ക്രിസ്തീയ ജീവിതം അത് വളരെ പ്രയോജനമാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ആ വാക്യം നേരെ തിരിച്ചിട്ട്, സംതൃപ്തി ഇല്ലാത്ത ക്രിസ്തീയ ജീവിതം എന്നും പെറുപെറുത്തുകൊണ്ടിരിക്കാം. എനിക്കതില്ലേ, അവർക്കുണ്ട്, ഇവർക്കുണ്ട്. എത്ര നാളായി കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ കർത്താവ്. ഈ പഴയ നിയമമൊക്കെ നോക്കുമ്പോൾ ഇസ്രായേലിന് കിട്ടിയല്ലോ, മോശയ്ക്ക് കിട്ടിയല്ലോ, അല്ലെങ്കിൽ എബ്രഹാമിന് കിട്ടിയല്ലോ, യോസേഫിന് വലിയ സീറ്റ്, ഫറോൻ കഴിഞ്ഞ് അടുത്ത സീറ്റ് കിട്ടി, എനിക്ക് മാത്രം ജോലി സ്ഥലത്ത് ഒരു പ്രമോഷൻ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് വിളിക്കുന്ന കാര്യം. ദേവദാസന്മാരും മുഴുവനും പഴയ നിയമത്തിൻ്റെ ഈ ലോകത്തിൻ്റെ നന്മയും പഠിപ്പിച്ചുകൊണ്ടിരിക്കും. വിശ്വാസികൾ അത് കേട്ട് സ്വപ്നവും കണ്ടുകൊണ്ടിരിക്കും. വിശ്വാസികളെ പഠിപ്പിക്കണം, സംതൃപ്തിയില്ലാത്ത ക്രിസ്തീയ ജീവിതം നീ ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വളരത്തില്ല.
നീ പെറുപെറുത്ത് അവസാനം പെറുപെറുത്ത ഒറ്റ ഒരെണ്ണം എൻ്റെ ദേശത്ത് പ്രവേശിക്കത്തില്ല എന്ന് ദൈവം തൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്ത അതേ ദൈവത്തെയാണ് ഇന്ന് പകൽക്കാലവും നമ്മൾ ആരാധിച്ചത്. ദൈവത്തിന് തൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല. പുതിയ നിയമ പ്രമാണത്തിൽ ഇടയ്ക്ക് മധ്യസ്ഥത വഹിക്കുവാൻ യേശു ഉള്ളതുകൊണ്ടാണ്, യേശു കർത്താവ് ഉള്ളതുകൊണ്ടാണ് പാപത്തിന് നമ്മളെ കല്ലെറിഞ്ഞ് കൊല്ലാത്തത്, ഉടനെ ശിക്ഷ കിട്ടാത്തത്. കൃപ, നമ്മുടെ ബലഹീനതയിൽ നമ്മളെ ശക്തമാക്കുന്ന കൃപ, യേശുവിൻ്റെ രക്തത്താൽ നമുക്കൊരു ക്ഷമയുണ്ട്, പാപമോചനമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൃപയാൽ ഇന്നും ഞെളിഞ്ഞ് ദൈവസന്നിധിയിലിരിക്കുന്നത്, അല്ലേ? ഞാനും നിങ്ങളും നമ്മളെല്ലാം മനുഷ്യരല്ലേ? സ്തോത്രം. അതുകൊണ്ട് ഓർത്തോണം, കൃപയാൽ. പ്രൈസ് ദി ലോർഡ്. യെസ്, ഹല്ലേലൂയ. അതുകൊണ്ട് യെസ്, ഇവിടെ 6-ാമത്തെ വാക്യവും 7 വായിച്ചേ. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. ഇവിടെ എഴുതിയിരിക്കുന്ന ഇഹലോകത്തിലേക്ക്, ഈ ലോകത്തിലേക്ക് നമ്മൾ വന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞ് വന്നതുപോലെ നഗ്നമായിട്ടാണ് വന്നത്. ആ കീറ്റത്തുണി കെട്ടിവെക്കും പലരും, ചിലർ പിന്നെയും ഒരു പിന്നു പോലും കൊണ്ടുവന്നില്ല. ഇവിടെ നിന്നൊരു മുട്ടുസൂചി പോലും ആരും ഇവിടെ നിന്ന് കൊണ്ടുപോകത്തില്ല എന്ന് ദൈവസഭ ഓർപ്പിച്ചുകൊണ്ടാ. തിന്നുവാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ വലിയ പാടാണ്. അത് മാത്രം മതിയെന്ന് വെക്കാൻ വലിയ പാടാണ്. എത്ര അത് പോരാ, നമുക്കത് പോരാ. പരിശുദ്ധാത്മാവ് വീണ്ടും ഇന്ന് പകൽക്കാലം ഓർപ്പിക്കുന്നു, നിൻ്റെ കറക്റ്റായിട്ട് ആവശ്യമുള്ള നെസസിറ്റി ഉണ്ടല്ലോ, ബേസിക് നെസസിറ്റി, അത് നിനക്ക് തരുന്നുണ്ടല്ലോ ദൈവം. ഇനി എന്തെങ്കിലും നമുക്ക് അതിനേക്കാൾ അധികം തന്നെങ്കിൽ സ്തോത്രം. മനസ്സതിൽ വെക്കല്ലെന്ന് എഴുതിയിരിക്കുന്നത്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം. മുമ്പോട്ട് വരുന്ന വാക്യം മുഴുവനും ദ്രവ്യാഗ്രഹത്തെ പറ്റി, അല്ലേ? വായിച്ചേ. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യും. കട്ടിയായ വാക്കുകളാണല്ലോ. മൗഢ്യവും ദോഷവും അവർ ടു ഡിസ്ട്രക്ഷൻ എഴുതിയിരിക്കുന്നത്. തകർന്നു പോകുന്ന ഈ കപ്പൽ, ഈ മരുഭൂമി യാത്രയിൽ കടലിൽ മുങ്ങും, അല്ലെ മരുഭൂമി യാത്രയിൽ ചിതറിപ്പോവും. തകർന്നു പോകുന്ന ഈ മരുഭൂമി യാത്രയിൽ നമ്മൾ തകർന്നു പോകുവാൻ കാരണമായി തീരുന്ന പരിശുദ്ധാത്മാവാ പറയുന്നത്. ആരുടെയും പേഴ്സണൽ അഭിപ്രായം ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ഈ ദ്രവ്യാഗ്രഹം, അല്ല ധനവാനായി തീരുവാൻ, ഇന്നത്തെ പ്രസംഗങ്ങളൊക്കെ നിന്നെ ലോകത്ത് മാനിക്കും. അപ്പോൾ ഓഫ് ചെയ്തോണത്. അത് ഏതെങ്കിലും ഒരു സദസ്സാണ് ഇവിടുന്ന് എഴുന്നേറ്റ് പൊക്കോണം. അതിൻ്റെ 2-ാമത്തെ ലൈനോട് കേട്ടാലുണ്ടല്ലോ, ആ ദുരാത്മാവ് നിന്നെയും ബാധിക്കും. അവസാനം നീ ഇങ്ങനെ ഹിപ്നോട്ടൈസായിട്ട് ഇറങ്ങി വരും. ധനം, പണം, പണം, പണം എന്ന് പറഞ്ഞ്. പണം ആവശ്യമാണ്. നമ്മുടെ ഓരോ നെസസിറ്റി കാര്യത്തിനൊക്കെ പണം ആവശ്യമാണ്. അധികം വല്ലതും തന്നിട്ടുണ്ടെങ്കിൽ അതും ദൈവസന്നിധിയിൽ അങ്ങ് സമർപ്പിച്ചോ. കർത്താവ് പറയും അത് എങ്ങനെ ഉപയോഗിക്കണം. ഹൃദയം അതിൽ വെക്കല്ല. ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ കിട്ടുവാൻ, അതിനാണ് മോഹം, ജഡമോഹം, ദ്രവ്യാഗ്രഹം, സകലവിധ ദോഷത്തിന് മൂല കാരണം. അതനേകർ മോഹിച്ചിട്ട് അവസാനം കൃപ വിട്ടു പോകും. ഇപ്പോൾ ഇനി നമ്മൾ പെറുവർക്കുമോ? ഇന്ന് പകൽക്കാലം ദൈവസന്ധി തീരുമാനമെടുക്കാൻ, കേട്ടിട്ട് അങ്ങ് പോകാൻ പറ്റുമോ? അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുത്തിട്ട് പോകണം. ഇപ്പോഴെന്നെ നടത്തുന്നതിൽ വേറെ വല്ലതും ആയിരുന്നു, ഇപ്പം വലിയ സ്തോത്രമൊക്കെ വന്നേനെ. ഇപ്പോൾ നടത്തുന്നതിൽ തൃപ്തിയില്ലെന്നല്ല എൻ്റെ അർത്ഥം. ക്രിസ്തീയ ജീവിതത്തിൽ പ്രയോജനം ചെയ്യത്തില്ല. ഇപ്പോൾ നടത്തുന്നതിൽ തൃപ്തിയുള്ളവർ എന്തു പറയുമെന്നറിയാം? കർത്താവേ, എന്നെ നടത്തുന്ന വിധങ്ങൾക്കായിട്ട് നാളെ കർത്താവ് തന്നാൽ സ്തോത്രം, തന്നില്ലേലും ക്ലിയർ ആയിരിക്കണം. നമ്മുടെ കാഴ്ചപ്പാട് ക്ലിയർ ആയിരിക്കണം. അത് വീട്ടിലും ക്ലിയർ ആയിരിക്കണം. അത് ഇപ്പം ഞാൻ ഫോർ ഇൻ കേസ് ഞാൻ അല്ല നിങ്ങൾ ആരെങ്കിലും വേറൊരാളോട് പറയുമ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാട്, നിങ്ങൾ ജീവിതത്തിലുള്ളത് മാത്രം പറഞ്ഞാൽ മതി, ഉള്ളത് പറഞ്ഞാൽ മതി. അതുകൊണ്ട് മുൻപോട്ടുള്ള കാര്യത്തിൽ ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുക. മനുഷ്യനായതുകൊണ്ട് എനിക്കും വരും മോഹം. ഞാൻ സൂപ്പർമാനൊന്നുമല്ല, ദൂതനൊന്നുമല്ല, സ്വർഗീയ ശരീരത്തിലായിട്ടില്ല. കാഹളം ഊതുമ്പോഴല്ല നമ്മളെല്ലാം പ്രാപിക്കാൻ കാത്തിരിക്കുക. ഞാനും പച്ച മനുഷ്യനായി നിങ്ങൾ. അപ്പോൾ ഈ ജഡത്തിന് പോരാ, ഈ ലോകത്ത് ഇപ്പോഴുള്ളത് പോരാ, മോഹം വരും. ഇവിടെ എഴുതിയിരിക്കുക 6-ാമത്തെ വാക്യത്തിൽ വായിച്ചില്ലേ, ദൈവഭക്തി. സ്തോത്രം. സംതൃപ്തിയോടുകൂടിയുള്ള ദൈവഭക്തി, സംതൃപ്തിയോടുകൂടിയുള്ള ക്രിസ്ത്യൻ. അല്ലാത്തതെല്ലാം സ്തോത്രം. ഒരു വാക്യം സങ്കീർത്തനത്തിൽ വായിക്കാം. അടുത്ത ആഴ്ച നമുക്ക് കൂടുതലും ദ്രവ്യാഗ്രഹത്തെ പറ്റി ചിന്തിക്കാം. സാംസ് 39:5, 39:5. ഇതാ നീ എന്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു, എന്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം. ഏതു മനുഷ്യനും
ഇൻ ഹിസ് ബെസ്റ്റ് സ്റ്റേറ്റ് എന്നൊക്കെ ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയേക്കുന്നത്. അവൻ്റെ ഏറ്റവും നല്ല അവസ്ഥയിൽ പോലും അവൻ ഉറച്ചിങ്ങനെ മസിൽ പിടിച്ച, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ് കാലത്തിൽ കൂടെ കടന്നു പോകുന്നതെന്ന് അഹങ്കാരത്തിൽ പറഞ്ഞാലും ബൈബിള് പറയുന്നു അവൻ വെറും ഒരു ശ്വാസം അത്രേ. ഈ ശ്വാസം പോയാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പോസ്റ്റ്മോർട്ടം ചെയ്ത് അല്ലെങ്കിൽ ആ ഓഫീസേഴ്സിൻ്റെ ഒരു അനുഭവം, അവരോട് ചോദിക്കണം. പോലീസുകാർക്കാണ് ഈ ഓരോരുത്തർ കാണിച്ചു കൂട്ടിയാൽ മതിയല്ലോ. അത് കഴിഞ്ഞിട്ട് പല ദിവസങ്ങൾ കഴിഞ്ഞ് തുറക്കുമ്പോൾ അവസ്ഥ കാണുന്ന പുഴു അരിച്ച് അളിഞ്ഞ് പോകുന്ന ഒരവസ്ഥ, ചീഞ്ഞ് പോകുന്ന മണ്ണിനോട് ചേരും. ഇനി യേശു കർത്താവ് ചോദിക്കുന്നുണ്ട്, ഇവിടെ എത്ര നിങ്ങൾ സമ്പാദിച്ചാലും നിങ്ങളുടെ നിത്യത നഷ്ടപ്പെട്ടാൽ, ഞാൻ എൻ്റെ ഫോക്കസ് ലോകത്തോട്. നമ്മളിതൊരു യാത്രയാണ്. ഒരു യാത്രയിൽ ഒരു മർമ്മം മാത്രം പറഞ്ഞിട്ട് സ്തോത്രം നിർത്താം. ഹല്ലേലൂയ. ഈ യാത്രയിൽ ഞാൻ മുൻപോട്ട് പോകുക. ഇവിടെ നിന്ന് ഞാൻ എടപ്പള്ളിക്ക് പോകാമെന്ന് വെച്ചോ. ഇത് പാലാരിവട്ടം അല്ലെ കലൂർ, ഞാൻ എടപ്പള്ളിക്ക് പോവാം. ഈ കലൂർ ഞാൻ വിട്ടു പോകുമ്പോൾ ഇവിടെയുള്ള വലിയ ബിൽഡിങ്ങൊക്കെ എന്തു ചെയ്യും? എനിക്ക് ചെറുതായിട്ട് തോന്നണം, ഞാൻ അവിടുന്ന് മാറിപ്പോവുക. പിന്നെ മുൻപോട്ടുള്ളത് എന്ത് ചെയ്യണം എങ്കിൽ മാത്രമേ ഈ വാഹനം മുൻപോട്ട് പോകുന്നുള്ളൂ. ഞാൻ എത്ര ഇവിടെ തന്നെ നിന്നിട്ടും ഈ സ്റ്റേഡിയം എനിക്ക് വലുതായിട്ട് തന്നെ തോന്നിയാൽ അതിൻ്റെ അർത്ഥം ഞാൻ ഇപ്പോഴും ഇവിടെ കിടന്ന് കറങ്ങുക, ഒരു സ്റ്റെപ്പ് മുൻപോട്ട് എടുത്തിട്ടില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പം തൊട്ട് ഉള്ള ഈ ക്രിസ്തീയ ജീവിതത്തിൽ ഉള്ളതിനേക്കാൾ ലോകം ഇപ്പം നമുക്ക് വലുതായിട്ടാണോ തോന്നുന്നത്? പണം കൂടുതലുണ്ടാക്കാനുള്ള ആഗ്രഹം. രക്ഷിക്കപ്പെടുന്ന സമയത്ത് എനിക്കറിയാം, പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജന്മം പ്രാപിച്ചവർക്ക്, അല്ലാത്ത എന്തെങ്കിലും കാര്യം സാധിക്കാൻ സ്നാനപ്പെട്ടവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. പരിശുദ്ധാത്മാവ് പാപബോധം ഒരു കൺവിക്ഷൻ തന്ന ദൈവസന്നിധിയിൽ വന്നിട്ടുള്ളവർക്ക് അന്ന് നമ്മളെല്ലാവരും ഒരു തീരുമാനമായെടുത്തത്, എൻ്റെ ജീവിതം ഞാൻ കർത്താവിന്, ലോകത്തിൽ എനിക്ക് ഒന്നുമില്ലേലും വേണ്ടില്ല, എനിക്ക് എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോയാൽ മതി, ഇല്ലേ? കർത്താവിൽ ഞാൻ ആശ്രയിക്കും, കർത്താവ് എനിക്ക് തരുന്നാൽ മതി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ക്രിസ്തീയ ജീവിതത്തിൽ മുൻപോട്ട് പോകുക എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇപ്പോഴും ഈ ലോകത്തിൻ്റെ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപവസിക്കുന്നുണ്ടോ, പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ സ്തോത്രം. പൗലോസ് വളരെ വിഷമത്തോടെ പറഞ്ഞു, ഇപ്പോഴും പാല് കുടിക്കുന്ന ശിശുക്കളാകാതെ എന്ത് ചെയ്യണം? കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കുവാൻ, ഒന്ന് വളരാൻ സഭയോട് ഓർപ്പിച്ച പോലെ. സ്തോത്രം. ഹല്ലേലൂയ. എന്നെയും നിങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം അത് പറയല്ല. നമുക്ക് ദൈവം ഹല്ലേലൂയ ആഴമേറിയ വചനങ്ങൾ പല ദൈവദാസന്മാരായാലും കാലാകാലങ്ങളായിട്ടും ഒക്കെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ട നാളുകൾ തൊട്ട് നല്ല മന്ന തന്ന ദൈവം നമ്മളെ വളർത്തിയത്. അതനുസരിച്ചുള്ള വളർച്ച നമ്മുടെ അകത്തെ മനുഷ്യന്. ചിലരോട് പറയും, ഈ ഫുഡെല്ലാം കഴിക്കുന്നുണ്ട്, ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചില പിള്ളേരോട് നമ്മൾ ചോദിച്ചു പോകത്തില്ലേ? വളർച്ചയില്ല എന്ന് പറഞ്ഞ പോലെ ഈ ആത്മീയ മന്ന ആഹാരമൊക്കെ കഴിച്ചിട്ട് വളർച്ചയില്ലെങ്കിൽ വിഷമം കർത്താവിന്. ദൈവം നമ്മുടെ അപ്പനും അമ്മയൊക്കെ നോക്കിയിരിക്കുന്ന പോലെ നമ്മളെ നോക്കിയിരിക്കുക നമ്മുടെ വളർച്ചയ്ക്കായിട്ട്. വളർന്ന് കർത്താവിന് വേണ്ടി അനേകരെ എൻകറേജ് ചെയ്യുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓരോരുത്തരെയും ഹല്ലേലൂയ നടത്തുന്നത് ഒരുപോലാണ് നടത്തുന്നത്. ഒരേ കാഴ്ചപ്പാട്. ബൈബിൾ പറഞ്ഞു, നിങ്ങൾ പറയുന്നതെല്ലാം ഒന്നായി തീരട്ടെ. ഒരേ കാഴ്ചപ്പാട്. ആത്മാവിൽ ഐക്യത കെടുത്തുന്ന അവസ്ഥകളെല്ലാം കർത്താവ് തന്നെ അവിടെ തീരുമാനങ്ങൾ എടുക്കും. കാരണം സഭ ദേശത്ത് കർത്താവിന് വേണ്ടി നിൽക്കേണ്ടതാ. ദൈവത്തിന് സഭയിൽ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ മധ്യത്തിൽ ഒന്നിച്ച് വന്ന് വസിക്കേണ്ടതാ. ക്യാമറ ചർച്ചിൽ അതിൻ്റെ ആവശ്യമില്ല. കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നത് കേട്ടു, ക്യാമറ ചർച്ച. ഞാനും ഒരു പുതിയ പദം കൂടി എനിക്ക് കിട്ടി. ക്യാമറ ചർച്ചിൽ അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ ബൈബിൾ അനുസരിച്ച് ഗ്യാദർ ടുഗദർ ഇൻ മൈ നെയിം, എൻ്റെ നാമത്തിൽ അങ്ങനെ കൂടി വരുമ്പോൾ ക്യാമറ ചർച്ച അല്ലെങ്കിൽ ഒരു സൂം ലിങ്ക് കിട്ടി എത്ര പേര് ആരൊക്കെ അതിൻ്റെ അകത്ത് കയറും. ടോട്ടലി ഞാനിപ്പോൾ പ്രസംഗിക്കുന്ന ഞാനും ശുശ്രൂഷിക്കുന്ന സമയത്ത് ഞാൻ നോക്കും, 200 പേര്, ഓക്കെ, അല്ല 100 പേര്, അല്ല 80 പേര്. നമുക്കറിയാം ഇത്രയും പേര് കയറുന്ന ആരൊക്കെ ആരാ എന്തുവാ, അവർ ഐക്യതയിലാണോ വന്ന് വിശുദ്ധി. പക്ഷെ ദേശത്ത് കൂടി വരുമ്പോൾ പ്രൈസ് ദി ലോർഡ് ദൈവം നമ്മുടെ മധ്യത്തിൽ അങ്ങനെയല്ല ദൈവം ഇറങ്ങി വരുന്നത്. നിങ്ങൾ ദൈവനാമത്തിൽ കൂടി വരുമ്പോൾ ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വരും. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. നമ്മുടെ ക്ഷീണങ്ങൾ പ്രൈസ് ദി ലോർഡ് നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. വളരേണ്ട ഏരിയകൾ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് എന്നോടും നിങ്ങളോടും സംസാരിക്കുമ്പോൾ അതിശക്തിയോടുകൂടി ക്രമീകരണം പ്രാപിച്ച് വളരുവാൻ, ആ വളർച്ച ഇറ്റ് ഷുഡ് ബി വിസിബിൾ, ഇല്ലേ? ലോകം കാണണം എന്നിലുള്ള വളർച്ച. കർത്താവ് നിങ്ങളെ സഹായിക്കും.